നോക്കാൻ പോകുന്നത് അടുത്ത ചാപ്റ്റർ പണവും സമ്പദ് വ്യവസ്ഥയുമാണ്. നോക്കിക്കോളൂ. സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എത്രയെത്ര കൈമാറ്റങ്ങളാണ് ദിനം പ്രതി നടക്കുന്നത് അല്ലെ? നമുക്കറിയാം അല്ലെ. വ്യക്തികള്, ഉൽപാദന യൂണിറ്റുകള് എന്നിവ തമ്മിൽ നടത്തുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇത്തരം കൈമാറ്റങ്ങൾ സുഗമമായത് പണത്തിന്റെ ആവിർഭാവത്തോടെയാണ്. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണം എന്ന് വിളിക്കാം. സാധന സേവന കൈമാറ്റങ്ങൾ വേഗത്തിലാക്കിയതും വിശേഷീകരണം സാധ്യമാക്കിയതും പണമാണ്. ഉദാഹരണത്തിന് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് അതിന്റെ ഉൽപാദനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് അവരുടെ ഉൽപ്പന്നമായ റബ്ബർ പണരൂപത്തിൽ മാറ്റാൻ കഴിയുന്നതുകൊണ്ടും ആ പണം ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ കഴിയുന്നതും കൊണ്ടാണ്. പണത്തിന്റെ രൂപങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുമെങ്കിലും പണമില്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. കാരണം ഉപഭോക്താക്കള്, ഉൽപാദകര്, വിതരണക്കാര് എന്നീ തലങ്ങളിൽ പണം മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്നു. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ബാങ്കുകളാണ്. പണത്തിന്റെ ധർമ്മങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് പരിശോധിക്കാം. നോക്കിക്കോളൂ. നമുക്ക് ബാങ്കുകളുടെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകണല്ലേ. പണം സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെ ഇടപെടൽ നടത്തുമെന്നാണ് നമുക്ക് കാണിക്കുന്നത്. അതായത് ബാങ്ക് ഇടപാടുകള്, അതുപോലെ തന്നെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ, അതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. ജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വിവിധ സാധന സേവനങ്ങളുടെ വില താരതമ്യം ചെയ്യുന്നതിനും സമ്പാദ്യം, ആസ്തി എന്നിവയുടെ മൂല്യം ശേഖരിച്ചു വയ്ക്കുന്നതിനും വായ്പ നൽകുന്നതിനും കടം വാങ്ങുന്നതിനും പണം സഹായിക്കുന്നു. പണത്തിന്റെ പൊതുവായ ധർമ്മങ്ങൾ: വിനിമയ ഉപാധി. സാധനങ്ങളും സേവനങ്ങളും വിറ്റ് പണമാക്കാനും ആ പണം ഉപയോഗിച്ച് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാനും സാധിക്കും. ഉദാഹരണത്തിന് അധ്വാനം പ്രദാനം ചെയ്ത് അതിന്റെ പ്രതിഫലം പണരൂപത്തിൽ വാങ്ങുവാനും അതുപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാനും സാധിക്കുന്നു. ഇങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ എണ്ണമറ്റ ക്രയവിക്രയങ്ങൾ നടത്തുന്നതിന് പണത്തിന്റെ പങ്ക് നിർണായകമാണ്. ക്രയവിക്രയങ്ങൾ ഓർത്തു വെച്ചോളൂ. മലയാളത്തിൽ അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ക്രയവിക്രയങ്ങളാണ് കേട്ടോ. ക്രയത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വിക്രയമാണ് കേട്ടോ. ക്രയം, വിക്രയം. മൂല്യം അളക്കുന്നതിനുള്ള ഉപാധിയാണ് പണം. എല്ലാ വസ്തുക്കളുടെയും മൂല്യം പണരൂപത്തിൽ പ്രകടിപ്പിക്കാൻ സാധ്യമാണ്. ബാർട്ടർ സമ്പ്രദായം പറഞ്ഞാൽ അറിയാലോ, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുക അല്ലെ. ബാർട്ടർ സമ്പ്രദായത്തിൽ ഒരു വസ്തുവിന്റെ മൂല്യം മറ്റൊരു വസ്തുവിന്റെ മൂല്യവുമായി താരതമ്യം ചെയ്യുക എളുപ്പമായിരുന്നില്ല. പണം രണ്ട് വസ്തുക്കളുടെ മൂല്യങ്ങളുടെ താരതമ്യം എളുപ്പമാക്കി. വസ്തുവിന്റെ മൂല്യം എന്നത് ക്രയവിക്രയ പ്രക്രിയയിൽ അതിന് നിശ്ചയിക്കപ്പെട്ട വിലയാണ്. വസ്തുക്കളുടെ മൂല്യം പണരൂപത്തിൽ അളക്കുന്നത് പോലെ പണത്തിന്റെ മൂല്യം മറ്റു വസ്തുക്കളുടെ രൂപത്തിലും പ്രകടിപ്പിക്കാവുന്നതാണ്. പണത്തിന്റെ മൂല്യം എന്നത് അതിന്റെ വാങ്ങൽ ശേഷിയാണ്. സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ പണത്തിന്റെ വാങ്ങൽ ശേഷി കുറയുകയും വില കുറയുമ്പോൾ പണത്തിന്റെ വാങ്ങൽ ശേഷി കൂടുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സാധനത്തിന്റെ വില വർദ്ധിക്കുന്ന സമയത്ത് എന്താണ് നമ്മളെന്താണ് പണം അധികമായിട്ട് ചെലവഴിക്കില്ല അല്ലെ. അതായത് നമ്മൾ കുറച്ചേ ചെലവഴിക്കുള്ളൂ. എന്നാൽ സാധനത്തിന്റെയൊക്കെ വില കുറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ എന്തായിരിക്കും? അതായത് കൂടുതൽ പൈസ നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യും? കുറെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കും അല്ലേ. അതാണ് വില കുറയുമ്പോൾ പണത്തിന്റെ വാങ്ങൽ ശേഷി കൂടുന്നു പറയുന്നത്. പണത്തിന്റെ ക്രയശേഷിയിലെ ഉണ്ടാകുന്ന മാറ്റം അനുഭവപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പമോ പണച്ചുരുക്കമോ ഉണ്ടാകുമ്പോഴാണ്. കണ്ട, പണപ്പെരുപ്പമോ അല്ലെങ്കിൽ പണച്ചുരുക്കമോ ഉണ്ടാകുമ്പോഴാണ്. ഇനി മൂല്യശേഖര ഉപാധി. പണം എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നായതോടുകൂടി ഏതൊരു വസ്തുവിന്റെയും മൂല്യം പണരൂപത്തിൽ ശേഖരിച്ചു വെക്കാൻ കഴിയുമെന്നായി. ബാർട്ടർ സമ്പ്രദായത്തിൽ ഇത് സാധ്യമായിരുന്നില്ല. ഇതിലൂടെ എളുപ്പത്തിൽ നശിച്ചുപോകുന്ന വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെ മൂല്യം പണരൂപത്തിലേക്കോ ആസ്തിയിലേക്കോ മാറ്റി ഭാവിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. ഭാവിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധി. ആധുനിക കാലത്ത് പല വ്യാപാരങ്ങളും നടക്കുന്നത് പണമിടപാട് തീർക്കുന്നതിനുള്ള സാവകാശം ലഭിക്കുന്നു എന്നതുകൊണ്ടാണ് അല്ലെ. നിലവിലെ സാധന സേവന കൈമാറ്റങ്ങളുടെ പണമിടപാടുകൾ പിന്നീട് തീർക്കാം എന്നത് പൊതുവെ ഉപഭോക്താക്കളും വിൽപ്പനക്കാരും അംഗീകരിക്കാറുണ്ട്. വായ്പ കൊടുക്കുന്നതിന്റെയും വായ്പ വാങ്ങുന്നതിന്റെയും മൂല്യം പണത്തിൽ അളക്കുന്നത് സാധ്യമാണ്. ഇത് ഹ്രസ്വകാല ദീർഘകാല വ്യാപാര ഇടപാടുകൾക്ക് ഏറെ സഹായകരമാണ്. ഇനി പണത്തിന്റെ സവിശേഷതകൾ അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി പണം സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതൊക്കെ നമുക്കറിയാലേ, പണത്തിന്റെ കാര്യങ്ങളൊക്കെ. പണം സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്രദമാവുന്നത് അറിയാം. ഇനി നമുക്കൊന്ന് വായിക്കാം. അതൊന്നും വേണ്ടല്ലേ, അതൊക്കെ എന്താണ് അതിൻ്റെ ഒരു അനുഭവമാണ്.
പണത്തിന്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നത് പണത്തിന്റെ ചാക്രിക പ്രവേഗം എന്നറിയപ്പെടുന്നു. കണ്ടില്ലേ, പുതിയൊരു വാക്ക് വന്നില്ലേ, ചാക്രിക പ്രവേഗം. എന്താണ്? പണത്തിന്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളത്. പണത്തിന്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇപ്പോ നിങ്ങൾക്ക് കിട്ടിയ പൈസ എന്നിലേക്ക് എത്തൂലേ, അതാണ് അങ്ങനെയുള്ളതിനെ നമ്മൾ എന്താ പറയാ, ചാക്രിക പ്രവേഗം എന്ന് പറയാ അല്ലെ. അതായത് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്നറിയപ്പെടുന്നത്. പണത്തിന്റെ ചാക്രിക പ്രവേഗം കൂടുന്നത് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനെയും പണത്തിന്റെ ചാക്രിക പ്രവേഗം കുറയുന്നത് സാമ്പത്തിക വളർച്ച മന്ദീഭവിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. ഇപ്പോ നിങ്ങളുടെ കയ്യിലുള്ള പൈസ എങ്ങനെയാണെങ്കിലും എൻ്റെ കയ്യിലെത്തുമ്പോ അപ്പൊ എന്താണ് അവിടെ, അപ്പൊ മനസ്സിലാക്കാം അവിടെ എന്താണ്, പണത്തിന് വളർച്ചയുണ്ടായി. കാരണം നിങ്ങൾ ചെലവാക്കിയത് കൊണ്ടല്ലേ എൻ്റെ കയ്യിലെത്തിയത്. ഇനി എൻ്റെ കയ്യിലുള്ള പൈസ നിങ്ങളുടെ കയ്യിലെത്തിയില്ലെങ്കിലോ അതെന്താണ്, അപ്പം ഞാൻ സാമ്പത്തിക വളർച്ച എന്താണ്, മന്ദീഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. വളർച്ചാ നിരക്ക് അതൊരു സമയം വെച്ചിട്ടാണ് അവർ നോക്കുന്നത്. ഇത്ര സമയം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നോക്കുക. വളർച്ചാ നിരക്ക് കൂടിയ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും കൂടുതൽ പണം ചെലവഴിക്കാൻ സാഹചര്യമുള്ളപ്പോൾ വളർച്ചാ നിരക്ക് കുറഞ്ഞ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും കുറച്ച് പണം മാത്രമേ ചെലവഴിക്കാൻ സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അത് നമുക്കറിയാലോ. വളർച്ചാ നിരക്ക് കൂടിയ സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നമ്മൾ സാമ്പത്തികമായിട്ട് വളർച്ച ഉണ്ടാകുമ്പോൾ എന്താണ്, ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും എന്താണ്, കൂടുതൽ പണം ചെലവഴിക്കാൻ സാഹചര്യം ഉണ്ടാവും. പക്ഷെ കുറഞ്ഞാലോ നമുക്ക് ആ സാഹചര്യം കുറഞ്ഞല്ലേ പോവുള്ളൂ. അതാണ് പണമിടപാടുകൾ സുഗമമാക്കുന്നതിലും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നത് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമാണെന്ന് നമുക്കറിയാം. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ബാങ്കിങ് സംവിധാനം നിലവിലുണ്ട്. ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനം നമുക്ക് നോക്കാം അല്ലെ. ഈ ബാങ്കിങ്ങിന്റെ മേഖലയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മള് ഈ പാഠഭാഗം നമ്മൾ നോക്കിയത് എത്ര ശരിയാണല്ലേ. പണവും കേന്ദ്ര ബാങ്കുമാണ്. നമ്മുടെ രാജ്യത്ത് പ്രചാരത്തിലുള്ള കറൻസികളുടെയും നാണയങ്ങളുടെയും ഉറവിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണത്തിന്റെ എല്ലാം അധികാരി ആരായിരിക്കും? ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ഓരോ രാജ്യത്തും അതത് രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്കുകളായിരിക്കും അല്ലെ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രചാരത്തിലുള്ള കറൻസികളുടെയും നാണയങ്ങളുടെയും ഉറവിടം എന്താണ്? കേന്ദ്ര ബാങ്കുകളാണ്. അതാണ് പണത്തിന്റെ എല്ലാം അന്തിമ അധികാരി കേന്ദ്ര ബാങ്കുകളായിരിക്കും. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ചോദ്യമില്ലാത്ത ഒരു പേപ്പർ നമുക്ക് കാണാൻ കഴിയില്ല അല്ലെ. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഭാരതീയ റിസർവ് ബാങ്ക് എന്നൊക്കെ വിളിക്കും കേട്ടോ. റിസർവ് ബാങ്കിന്റെ തലവൻ റിസർവ് ബാങ്ക് ഗവർണർ ആണല്ലേ. റിസർവ് ബാങ്കിന്റെ ഗവർണർ ആണല്ലേ. ഇപ്പൊ എന്താണ്, സഞ്ജയ് മൽഹോത്രയല്ലേ റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ എന്ന് പറയുന്നത്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് കണ്ട. ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന എപ്പോഴാണ്? 1934 ആക്ട് എന്ന് പറഞ്ഞാൽ 34. അതുപോലെ തന്നെ ആ ആക്ട് പ്രകാരം ചോദിക്കും റിസർവ് ബാങ്ക് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ആക്ട് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. RBI ആക്ട് എന്ന് പഠിച്ചോളൂ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ആക്ട്. ഇനി നമ്മുടെ RBI സ്ഥാപിതമായ വർഷം 1935 ഏപ്രിൽ 1 അല്ലേ. അതായത് ഏപ്രിൽ ഫൂളായ ദിവസമാണ് നമ്മൾ ബാങ്ക് തുടങ്ങിയെന്ന് ആലോചിച്ചാൽ കേട്ടോ. 35 1935 55 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ നോക്കണേ, SBI കേട്ടോ. എന്നാൽ 1935 പറയുമ്പോൾ റിസർവ് ബാങ്ക് ആണ്. ഏറ്റവും വലിയ ബാങ്ക് വന്നിട്ടല്ലേ പിന്നീടുള്ള ബാങ്കുകൾ വരും, അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ 1935 പഠിക്കാൻ വേണ്ടി കേട്ടോ. 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ സ്ഥാപിതമായ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം 1937 മുംബൈയിലേക്ക് മാറ്റി. അപ്പൊ 1935 ഏപ്രിൽ 1 എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു അല്ലെ. 1935 ഏപ്രിൽ 1 വന്നപ്പോ എന്താണ്? കൊൽക്കത്തയിലായിരുന്നു. എന്നാൽ 2 വർഷം കഴിഞ്ഞത് എവിടേക്ക് മാറ്റി? അത് മുംബൈയിലേക്ക് മാറ്റി. അപ്പൊ നിലവില് നമ്മുടെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഏതായിരുന്നു? മുംബൈ ആണ് കേട്ടോ. നിലവിലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എന്താണ്? നിലവിലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ്. നിലവിലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എന്താണ്? മുംബൈ ആണ്. 1937 മുതലാണ് കേട്ടോ ആസ്ഥാനമായത്. അതിനു മുൻപ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയാണ് കേട്ടോ. ഇനി 1949 RBI ദേശസാൽക്കരിക്കപ്പെട്ടു. അപ്പൊ RBI ദേശസാൽക്കരിക്കപ്പെട്ട വർഷം എത്രയാണ്? 49. അപ്പൊ RBIന്റെ വർഷം പറയുമ്പോൾ 34 ആക്ട് 35 ഏപ്രിൽ 1 നിലവിൽ വന്നു. 35 ഏപ്രിൽ 1 നിലവിൽ വന്നു. 37 മുംബൈയിലേക്ക്, കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റി. 49 ദേശസാൽക്കരിക്കപ്പെട്ടു. സമ്പദ് വ്യവസ്ഥയിലെ ബാങ്കുകള്, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും ഏകോപിക്കുന്നതും കേന്ദ്ര ബാങ്കാണ്. നോക്കൂ,
നമുക്ക് റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം ഇതിലുള്ള ധർമ്മങ്ങളെ ഇനി നിങ്ങൾക്ക് എക്സാമിൽ പ്രതീക്ഷിച്ചാൽ മതി. കാണുന്നില്ല, ഇവിടെ നോക്കോളൂ. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നാണയങ്ങളും 1 രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. കിട്ടിയില്ലേ? നമുക്ക് ഇവിടെ നിന്ന് ഒരു പോയിന്റ് കിട്ടിയില്ലേ? എന്താണ്? 1 രൂപ നോട്ട് ഒഴികെയുള്ള, കണ്ട, അതായത് റിസർവ് ആക്ട് പ്രകാരം നാണയങ്ങളും 1 രൂപ നോട്ട് ഒഴികെ 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസികളും, നാണയവും ഉണ്ട് എന്നാൽ 1 രൂപ നോട്ടില്ല കേട്ടാ. 1 രൂപ നോട്ടില്ല, 1 രൂപ നാണയം ഉണ്ടാവും, 1 രൂപ നോട്ടില്ല കേട്ടാ. 1 രൂപ നോട്ടില്ല, 1 രൂപ നോട്ടില്ല, 1 രൂപ നോട്ടില്ല. ശ്രദ്ധിച്ചോളൂ. 1 രൂപയുടെ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസികളും നാണയങ്ങളും അച്ചടിച്ചിറക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. നാണയങ്ങള്, 1 രൂപ നോട്ട് എന്നിവ അച്ചടിച്ചിറക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ്. അതായത് നാണയങ്ങളില്ല, അതായത് നമ്മുടെ ഇതില് കറൻസികളുണ്ട് അല്ലെ, നാണയങ്ങൾ, അതായത് നമ്മുടെ ചില്ലറകളില്ലേ, ചില്ലറ പൈസകള്, നാണയങ്ങൾ, അതില്ല. അത് സോറി കേട്ടോ, ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞു, അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്താണ്, നാണയങ്ങളും 1 രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് അല്ലേ. ഇത് ചോദിച്ചതാണ് പ്രസ്താവനയില്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഇത് സ്ട്രൈക്ക് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ചോദ്യമില്ലാത്ത പേപ്പർ നമുക്ക് ഒരു എക്സാമിനും പ്രതീക്ഷിച്ച് തന്നെ നമുക്ക് ഇരിക്കാം. കാരണം അതെന്തായാലും വരും. നോക്കിയോ, ഇനിയിപ്പോൾ എഴുതാൻ പോണ എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, എന്തായാലും 1 or 2 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഉറപ്പായി വരും. ഇതിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ നാണയങ്ങളും 1 രൂപ നോട്ട് കേട്ടാ, എല്ലാ നാണയങ്ങളും 1 രൂപ നോട്ടും ആർക്ക് അച്ചടിച്ചിറക്കാൻ കഴിയില്ല? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക്. പക്ഷെ കറൻസികളൊക്കെ പറ്റും കേട്ടാ, കറൻസികളെല്ലാം പറ്റും. 1 രൂപ നോട്ട് എന്നിവ, നാണയങ്ങളും 1 രൂപ നോട്ട് എന്നിവ അച്ചടിച്ചിറക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ്. അപ്പൊ ധനകാര്യ മന്ത്രാലയമാണ് എന്ത്? 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേട്ടാ. കറൻസികള് രൂപകൽപ്പന ചെയ്യുക, കണ്ട, കറൻസികൾ എന്താണ്? രൂപകൽപ്പന ചെയ്യുക. സുരക്ഷാ സവിശേഷതകൾ നോക്കൂ, സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക. അതായത് നമ്മൾ ഈ പണമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും സുരക്ഷയൊക്കെ വേണമല്ലേ, അപ്പൊ അതാണ് സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക. കറൻസികൾ രൂപകൽപ്പന ചെയ്ത, അതായത് ഓരോ കറൻസികൾ എങ്ങനെയൊക്കെ ഉണ്ടാവണം, അതിൽ എന്തൊക്കെയാണ് ചിത്രങ്ങൾ വരുന്നത്, അതൊക്കെയാണ് രൂപകൽപ്പന ചെയ്യുക. അച്ചടിച്ച് വിതരണം ചെയ്യുക, അച്ചടിച്ചിട്ട് എന്തെയാണ് വിതരണം ചെയ്യണം അല്ലേ. ആ വിതരണം ചെയ്യുമ്പോഴാണ് സുരക്ഷാ സവിശേഷതകളൊക്കെ ഉൾപ്പെടുത്തണം അല്ലേ. അവര് ബ്ലാക്ക് കാർഡ്സിനെ അല്ല കൊണ്ടുപോവുക, ഒരു തോക്കൊക്കെ കൊണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ ATM-ലൊക്കെ പൈസ ഇടാൻ വരില്ലേ, അതുപോലെയൊക്കെയാണ് വരിക ചെയ്യുക. എന്നീ ധർമ്മങ്ങളും നിർവഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നമ്മളെ ATM-ൽ പൈസ ഇടാൻ 2 പോലീസുകാരെ വരുള്ളൂ. എന്നാൽ പൈസ ഉണ്ടാക്കിയിട്ട് അത് വിതരണം ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരുപാട് എന്താണ്, ഒരു പോലീസ് ഫോഴ്സ് തന്നെ ഉണ്ടാവും ബാക്കിൽ. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, കാരണം പണമല്ലേ പോണത്, അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അതാണ്. എന്നീ ധർമ്മങ്ങളും നിർവഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ്? കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക, അതൊക്കെ എന്താണ്? റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള നാസിക്, കണ്ട, ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള നാസിക് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ദേവാസ് എവിടെയാണ്? മധ്യപ്രദേശാണ്. എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലും ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ്. അപ്പൊ ഇതിന്റെ ഫോർമുല, ഇത് ചോദിക്കൂട്ടാ, അതായത് ഫുൾ ഫോം എന്താണ് ചോദിക്കും. ഏതാണ്? BRBNML. കഴിഞ്ഞ ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാമിന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഷോർട്ട് ഫോം ഒന്നുണ്ടായിരുന്നില്ലേ, അപ്പൊ അതേപോലെ ഇനി ഇതും വരാൻ സാധ്യതയുണ്ട്. BRBNML പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് കേട്ടാ. ചിലപ്പോ നമ്മളെ പഠിക്കാൻ വേണ്ടി മണി ലിമിറ്റഡ് എന്നൊക്കെ വരും, മുദ്രൺ ലിമിറ്റഡ് ആണ് കേട്ടോ. നോട്ട് മുദ്രൺ ലിമിറ്റഡ്, ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് ആണ് കേട്ടോ. നോട്ട് മുദ്രൺ ലിമിറ്റഡ് ആണ്. മൈസൂർ കർണാടക, സാൽബോണി പശ്ചിമ ബംഗാള് എന്നിവിടങ്ങളിലുമുള്ള പ്രസ്സുകളിലാണ് കറൻസി നോട്ടുകളെ അച്ചടിക്കുന്നത്. നാണയങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ എന്നിവിടങ്ങളിലെ മിന്റുകളിലാണ്. അപ്പൊ മിന്റുകളിലാണ് നാണയം. എവിടെയൊക്കെയാണ് നാണയം ഉണ്ടാക്കുന്നത്? മുംബൈയിലുണ്ട് അല്ലെ, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ
മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലെ മിന്റുകളിലാണ് നാണയങ്ങളൊക്കെ എന്താണ് നിർമ്മിക്കുന്നത്. എന്നാൽ അച്ചടി പ്രസ് ഉണ്ടാവണം എവിടെയാണ്? അതെവിടെയാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നാസിക് ഉണ്ട്, മൈസൂർ ഉണ്ട്, സാൽബോണി ഉണ്ട്, പശ്ചിമ ബംഗാളില് സാൽബോണി ഉണ്ട്, ദേവാസ് ഉണ്ട്. നാസിക്, ദേവാസ് മറക്കല്ലേ, നാസിക് മഹാരാഷ്ട്ര, ദേവാസ് മധ്യപ്രദേശ്. അടുത്തത് കർണാടകയിലെ മൈസൂർ. പിന്നെ നമ്മുടെ അത് ഏതിൻ്റെയാണ്? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്ര ലിമിറ്റഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ സാൽബോണി ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കറിയാലോ ഹൈദരാബാദ്, മുംബൈ, കൊൽക്കത്ത, നോയിഡയിലേക്ക് നാണയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മിന്റുകളാണ്. ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെന്റ് നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പിൻവലിക്കാം. ഇത് ഡിമോണിറ്റൈസേഷൻ എന്നറിയപ്പെടുന്നു. എന്താണ് ഇവിടെ എന്താ പറയുക? ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെന്റ് നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പിൻവലിക്കാം. നമ്മളിപ്പോ നമ്മുടെ നോട്ടൊക്കെ പിൻവലിച്ചില്ലേ? 2016 പിൻവലിച്ചു അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും പ്രചാരത്തിൽ പോയുള്ള കറൻസികളൊക്കെ എന്ത് ചെയ്യും? ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യാം? പിൻവലിക്കാം. അപ്പൊ പിൻവലിക്കുന്നത് ആരാണ്? ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം RBI ആയിട്ട് ശ്രദ്ധിച്ചോളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഈ കറൻസികൾ പിൻവലിക്കുന്നതിന് എന്ത് പറയാ? നമ്മുടെ RBI പിൻവലിക്കുന്നതിന് പറയുന്ന പേരാണ് ഡിമോണിറ്റൈസേഷൻ. അടുത്തത് ഡിമോണിറ്റൈസേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ പണം പിൻവലിച്ചതിന്റെ കാലഘട്ടമാണ് പറയുന്നത്. 2016 നവംബർ 8 ഇന്ത്യയിൽ അടുത്ത കാലത്തായി ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയത്. 2016 നവംബർ 8 അല്ലേ? അപ്പൊ കുറെ നോട്ടുകളൊക്കെ 500ഉം 1000ന്റെയും ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അത് ഇതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഈ ബോക്സിലുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോളൂ. 2016 നവംബർ 8 അല്ലേ? 2016 പകുതിയല്ലേ 8? അപ്പൊ 8ാം ദിവസമാണ് നവംബർ ആണെന്ന് ആലോചിച്ചാൽ കേട്ടാ. നവംബർ 11 2016 നവംബർ 8 ഇനാണ് ഇന്ത്യയിൽ അടുത്ത കാലത്തായി ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയത്. അഴിമതി, കള്ളപ്പണം, ഭീകരവാദം, വ്യാജ കറൻസികൾ എന്നിവ തടയുകയായിരുന്നു ഉദ്ദേശം. അഴിമതി, കള്ളപ്പണം, ഭീകരവാദം, വ്യാജ കറൻസികൾ. അന്ന് വരെ നിലവിലുണ്ടായിരുന്ന 500 രൂപ, 1000 രൂപ എന്നീ കറൻസി നോട്ടുകൾ ലീഗൽ ടെൻഡർ അല്ല എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ പിൻവലിച്ച നോട്ടുകൾ ഏതൊക്കെയാണ്? 500ഉം 1000ഉം കേട്ടാ. 2016 നവംബർ 8 500 രൂപയുടെയും 2000 രൂപയുടെയും പുതിയ കറൻസികൾ അച്ചടിച്ചിറക്കി. അതിന് പകരം എന്താണ്? 500 രൂപന്റെയും 1000 രൂപന്റെയും പഴയത് മാറ്റിയിട്ട് എന്ത് ചെയ്തു? 500 രൂപന്റെയും 2000ന്റെയും പുതിയ കറൻസികൾ കൊണ്ടുവന്നു കേട്ടാ. പൊതുജനങ്ങൾക്ക് ഡിക്ലറേഷൻ ഇല്ലാതെ 2016 ഡിസംബർ 31 നമ്മുടെ ആ 2016 നവംബർ 8 നമ്മൾ എന്ത് ചെയ്തു? ഡിമോണിറ്റൈസേഷൻ പിൻവലിച്ചു. അത് അതായത് പഴയ കറൻസി നോട്ടുകൾ ബാങ്കുകളിൽ എന്താണ് അതായത് ആളുകൾക്ക് എന്താണ് ഈ പുതിയ കറൻസികളൊക്കെ പൊതുജനങ്ങൾക്ക് ഡിക്ലറേഷൻ, അതായത് ഒരു ഫോം ഫില്ല് ചെയ്യാതെ തന്നെ എന്താണ് നേരിട്ട് ബാങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ പൈസ ആയി കിട്ടും. അത് എപ്പോഴും വരെ ഉണ്ടായിരുന്നു? 2016 ഡിസംബർ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു കേട്ടാ. വരെ പഴയ കറൻസി നോട്ടുകൾ ബാങ്കുകളിലും ഡിക്ലറേഷനോടുകൂടി 2017 മാർച്ച് 31 വരെ RBIയിലും നിക്ഷേപിക്കാൻ അവസരമുണ്ടായിരുന്നു. അപ്പൊ എവിടെയാണ്? സാധാരണ ബാങ്കുകളിലൊക്കെ നമുക്ക് എന്താണ് ഡിസംബർ 31 വരെ അവസരം ഉണ്ടായിരുന്നു. അത് കഴിയാത്ത ആളുകൾ എന്ത് ചെയ്തു? ഡിക്ലറേഷനോട് കൂടിയിട്ട് 2017 മാർച്ച് 31 വരെ RBIയിലും നിൽക്കാനും. മാർച്ച് 31 കഴിഞ്ഞാൽ പിന്നെ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയല്ലേ? അപ്പൊ പിന്നെ നമുക്കൊന്നും ഇടപെടൊന്നും പറ്റില്ല അല്ലെ? അപ്പൊ മാർച്ച് 31 വരെ ലാസ്റ്റ് കൊടുത്ത എവിടെയാണ്? RBIയിലാണ്. RBI 2017 മാർച്ച് 31. അപ്പൊ 2016 നവംബർ 8 ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കി. 500 1000 പിൻവലിച്ചു. അതിന് പകരം 500 2000 പുതിയ നോട്ടുകൾ കൊണ്ടുവന്നു. ആ പുതിയ നോട്ടുകൾ കൈമാറുന്ന പഴയത് നൽകിയിട്ട് പഴയത് വാങ്ങിയിട്ട് പുതിയത് കൊടുക്കുന്നത് 2016 ഡിസംബർ 31 വരെ ഉണ്ടായിരുന്നു. എല്ലാ ബാങ്കുകളിലും ഉണ്ടായിരുന്നു. അതിനുശേഷം 2017 മാർച്ച് 31 വരെ RBI ആയിരുന്നു ഡിക്ലറേഷനോടുകൂടി അത് ഏറ്റെടുത്തത് കേട്ടാ. ഇനി ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. നമുക്കറിയാലോ റിസർവ് ബാങ്കിന്റെ പ്രസ്താവനയിൽ വരുന്നതാണ് ബാങ്കുകളുടെ ബാങ്ക് അല്ലെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. നോക്കൂ, ആപത്ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് അടിയന്തര വായ്പകൾ നൽകുകയാണ് അല്ലേ? എന്തെങ്കിലും എമർജൻസി, വെള്ളപ്പൊക്കം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലേ? അപ്പൊ എന്ത് ചെയ്യും? ബാങ്കുകൾക്ക് അടിയന്തര വായ്പകൾ നൽകും. വെള്ളപ്പൊക്കങ്ങളിലൊക്കെ വീട് തകർന്നവരൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക. വേണ്ട, ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക.
ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക. ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകളൊക്കെ എന്ത് ചെയ്യും? അത് തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അല്ലെ. എന്നിവയെല്ലാം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടാ. അപ്പൊ ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയാൻ കാരണം എന്താണ്? ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക, അതുപോലെ തന്നെ ആപത്ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് അടിയന്തര വായ്പകൾ നൽകുക, അതുപോലെ തന്നെ ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക. അടുത്തത് പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു. പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു. പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും എന്നാൽ ആനുപാതികമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യൽ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും എന്ന അവസ്ഥ സംജാതമാവുന്നു. എന്താണ് പറയണത്? പണത്തിന്റെ അളവ് വർദ്ധിച്ചു, എല്ലാവരുടെ കയ്യിലും ഇഷ്ടംപോലെ പണം ഉണ്ട് വിചാരിക്കുക. അപ്പോൾ പക്ഷേ ഈ സാധനങ്ങളില്ലേ, ഈ സാധനങ്ങളും സേവനങ്ങളും ഉൽപാദനം അതെന്താണ്? വർദ്ധിക്കാതിരുന്നു. സാധനങ്ങൾ എന്താണ്? വർദ്ധിച്ചില്ല. അതുപോലെ തന്നെ സാധനങ്ങളുടെ ഉൽപാദനം എന്താണ്? വർദ്ധിച്ചില്ല. അതുപോലെ തന്നെ സേവനങ്ങളുടെ ഉൽപാദനവും വർദ്ധിച്ചില്ല. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും, കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും എന്ന അവസ്ഥ വരും അല്ലേ. ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ എന്താണ്? സാധനങ്ങൾ കുറയും, അതിൻ്റെ അനുസരിച്ച് സേവനങ്ങളും കുറയും അല്ലേ. പണം മാത്രം കൂടുതലായിട്ട് വരും. ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർധനവിന് കാരണമാവുന്നു. ഇതെന്താണ് ചെയ്യുന്നത്? കുറച്ചുണ്ടാവുമ്പോൾ ആ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂട്ടില്ലേ ചെയ്യുക. അതാണ് സാധനങ്ങളുടെയും അതുപോലെ തന്നെ സേവനങ്ങളുടെയും പണം കൂടുതലുണ്ട്, സാധനങ്ങളും സേവനങ്ങളും കുറവാണ്. അതിന്റെ ഉൽപാദനം കുറവാണെങ്കിൽ അതിന്റെ വില എന്ത് ചെയ്യും? നന്നായി കൂട്ടൂലേ. അതാണ് സേവനങ്ങളുടെയും വില വർധനവിന് കാരണമാവുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുനിലവാരം വർദ്ധിക്കുന്നത് പണപ്പെരുപ്പം എന്നറിയപ്പെടുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുനിലവാരം, അതിന്റെ പൊതുനിലവാരം എന്താണ്? വർദ്ധിക്കുന്നത്. നമ്മൾ ആ വില വർധനവ് ഉണ്ടാവും പറഞ്ഞല്ലേ, അതപ്പോൾ പൊതുനിലവാരം വന്നില്ലേ, അതെന്ന് പറയുന്നത് എന്താണ്? പണപ്പെരുപ്പം എന്ന് പറയും. പണപ്പെരുപ്പം അതായത് അമിതമായിട്ട് പണത്തിന്റെ അളവ് കൂടുകയല്ലേ ചെയ്യുക. അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുനിലവാരം എന്ന് വർദ്ധിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് പണപ്പെരുപ്പമാണ് അല്ലെ. പണം നമ്മൾ അധികമായിട്ട് കൂടുതൽ വില ഈടാക്കും, അതാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നത് ഉപഭോക്തൃ വില സൂചിക, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് കേട്ടാ. CPI ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചാണ്. പണപ്പെരുപ്പം കണ്ടുപിടിക്കാൻ എന്താണ്? ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ MOSPI കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് കേട്ടാ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറഞ്ഞാൽ NSO ആണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടാ. അപ്പൊ ഈ പണപ്പെരുപ്പത്തിന്റെ വില സൂചികയില്ലേ, ഉപഭോക്തൃ വില സൂചിക തയ്യാറാക്കുന്ന ആരാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, NSO. ശ്രദ്ധിച്ചോളൂ, NSO. ഈ നമ്മുടെ ആ കാര്യം 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിക്കുന്നത്, അതിനെ നമുക്ക് നോക്കാം അല്ലെ. 1835 മുമ്പ് ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പണത്തിന്റെ മറ്റു രൂപങ്ങളും ഉപയോഗിക്കപ്പെട്ടിരുന്നു. ഇത് ശരിക്കും 1835 അല്ല, 1935 ശരിക്കും ഉദ്ദേശിക്കുന്നത്. അവർ ചിലപ്പോൾ പ്രിന്റിങ്, അപ്പോൾ ഇത് പ്രകാരം തന്നെ ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ 1835 തന്നെ നമുക്ക് പഠിച്ചു വെക്കാം. കാരണം റിസർവ് ബാങ്ക് വന്നത് 1935 ആ ഒരു ഇതിൽ നമുക്ക് എന്തോ, പക്ഷെ ഇവിടെ ടെസ്റ്റിൽ കൊടുത്തത് കണ്ട 1835. അപ്പം നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ കണ്ടിരിക്കുന്നത് 1835 എന്ന് പറയുന്ന വർഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. റിസർവ് ബാങ്കുമായിട്ട് ബന്ധമില്ലാത്ത വർഷമായിരിക്കും അവർ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ 1835 മുമ്പ് ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പണത്തിന്റെ മറ്റു രൂപങ്ങളും ഉപയോഗിക്കപ്പെട്ടിരുന്നു. 1 രൂപ നോട്ടും നാണയങ്ങളും ഇന്ത്യ ഗവൺമെന്റ് അച്ചടിച്ചിറക്കുന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. 1835 ചരിത്ര കൺവെൻഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1835 പേപ്പർ കറൻസി ആക്ട്. പേപ്പർ കറൻസി ആക്ട് എപ്പോഴാണ്? 1835 ആണ് കേട്ടാ. 1835 പേപ്പർ കറൻസി ആക്ട് കേട്ടാ. പ്രകാരം പേപ്പർ കറൻസി അച്ചടിക്കാൻ അനുമതി നൽകിയത്. വ്യാപാരം, വാണിജ്യം എന്നിവ സുഗമമാക്കുകയായിരുന്നു ഉദ്ദേശം. 1906 കോയിനേജ് ആക്ട്, 1906 കോയിനേജ് ആക്ട്, 2017 കോയിനേജ് ആക്ട് എന്നിവ നാണയങ്ങൾ അച്ചടിച്ചിറക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 96 2011 കേട്ടാ കോയിനേജ് ആക്ട് ആണ് കേട്ടാ, കേന്ദ്ര ഗവൺമെന്റിനാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ഈ അധികാരം നിലനിർത്തുന്നതിനാലാണ് 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേട്ടാ.
അപ്പൊ അത് നമുക്ക് മനസ്സിലായില്ലേ? 1835 ആ വർഷം നിങ്ങൾ ആലോചിച്ചോളൂ. 2011ലും അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞത് 2006 2011 1906 കോയിനേജ് ആക്ട് വന്നത്. സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് പണത്തിന്റെ ക്രയശേഷി കുറയുന്നതിന് കാരണമാവുകയും സാമ്പത്തിക വളർച്ച, ഉൽപാദനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ സമ്പദ് വ്യവസ്ഥയില് പണപ്പെരുപ്പം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വെക്കുക. പണപ്പെരുപ്പം പറഞ്ഞാൽ എന്താണ്? പണം കൂടുതലുണ്ട്, അപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് ഉൽപാദനം കുറഞ്ഞു, അപ്പൊ പണപ്പെരുപ്പം വന്നില്ലേ? പണം കൂടുതലായില്ലേ? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞില്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഈ സാധനങ്ങൾ കുറച്ചുള്ളത് കൊണ്ട് അവർ വില കൂട്ടൂല, അപ്പൊ പണപ്പെരുപ്പം വന്നു അല്ലേ? അതാണ് പണപ്പെരുപ്പം. അങ്ങനെ മനസ്സിലാക്കിക്കോളൂ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചാല് അത് പണത്തിന്റെ ക്രയശേഷി കുറയുന്നതിന് കാരണമാവുകയും സാമ്പത്തിക വളർച്ച, ഉൽപാദനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. അതിനാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പണപ്രധാനത്തിന്റെ അളവ് കൂടുന്നതാണ് പണപ്പെരുപ്പത്തിന് ഒരു കാരണം. അപ്പൊ എന്താണ് പണപ്പെരുപ്പത്തിന് കാരണം? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണപ്രധാനമാണ് കേട്ടോ. പണപ്പെരുപ്പത്തിന് കാരണം പല കാരണങ്ങളുണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾ എഴുതാൻ പാടില്ല. പണപ്രധാനമാണ്. ശ്രദ്ധിച്ചോളൂ, പണപ്രധാനമാണ്. പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പണപ്പെരുപ്പത്തിന് കാരണം പറഞ്ഞെങ്കിൽ പണപ്രധാനമാണ്. ഇവിടെ നോക്ക്, ഓഗസ്റ്റ് 23 സെപ്റ്റംബർ. അപ്പൊ ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പണപ്പെരുപ്പം എന്നുള്ളൊരു ഐഡിയ കിട്ടും. നോക്കിക്കോളൂ, ഓഗസ്റ്റ് 2023 സെപ്റ്റംബർ 2023 അല്ലെ? അതായത് 2023 എന്ന് പറയുന്ന വർഷത്തിലെ 2 മാസങ്ങളുടെ പൊതു ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനമാക്കിയ പണപ്പെരുപ്പം ചുവടെ നൽകിയിരിക്കുന്നുണ്ടാ. ഓഗസ്റ്റ് 23 സെപ്റ്റംബർ 23 ഗ്രാമത്തിലും നഗരത്തിലും മൊത്തം ഇന്ത്യയിൽ എങ്ങനെ, കേരളത്തിൽ എങ്ങനെ? ഗ്രാമം ആയപ്പോ 7, നഗരം അങ്ങനെ 6, മൊത്തം 6, കേരളത്തിൽ 6. പിന്നെ സെപ്റ്റംബർ 2023 പോയപ്പോ എന്താണ്? അത് പണപ്പെരുപ്പം എന്തായി? അവിടെ കുറഞ്ഞു വന്നു അല്ലേ? ആദ്യം 6.83 ഉണ്ടായിരുന്നപ്പോ എന്തായി? 5.02, 6.26, 4.72 മാറി അല്ലേ? ഓഗസ്റ്റ് 2023 പണപ്പെരുപ്പ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 2023 സെപ്റ്റംബറിൽ പണപ്പെരുപ്പത്തിലുണ്ടായ മാറ്റം വളരെ കുറവാണില്ലേ? ഒരു സമ്പദ് വ്യവസ്ഥയിൽ മൊത്തമുള്ള പണത്തിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ പൊതുജനങ്ങളുടെ കൈവശമുള്ളതും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ ശേഖരിച്ചിട്ടുള്ള പണവും ചേർന്നതായിരിക്കും അതെന്ന് പറഞ്ഞതാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ പൊതുജനങ്ങളുടെ കൈവശമുള്ളതും. ഇതാണ് മൊത്തം എന്ന് പറഞ്ഞിട്ടാ. മൊത്തമുള്ള പണത്തിന്റെ അളവ് കാണിക്കുന്നതാണ് നമ്മുടെ മനുഷ്യന്മാരുടെ കയ്യിലുള്ളതും അതുപോലെ തന്നെ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവില്ലേ? നമ്മുടെ ഇസാഫ്, നമ്മുടെ എന്താ പറയുക, ബാങ്ക് അല്ലാത്ത സ്ഥാപനങ്ങളില്ലേ? KSEF അങ്ങനെയൊക്കെ, ബാങ്ക് അല്ലാത്തത് LIC, അതൊക്കെ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്നിവയിൽ ശേഖരിച്ചിട്ടുള്ള പണവും ചേർന്നതായിരിക്കും മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്തം പണത്തിന്റെ അളവ് കേട്ടാ. അത് നമുക്ക് അറിയാവുന്നതാണ്. റിസർവ് ബാങ്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ആകെ പണത്തിന്റെ അളവിനെ കാണുന്നത് M1, M2, M3, M4 എന്നീ രൂപങ്ങളിലാണ്. അവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും. വാണിജ്യ ബാങ്കുകളുടെ സമ്പാദ്യ നിക്ഷേപം പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ SBI അല്ലേ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അപ്പൊ അതിലൊക്കെ സമ്പാദ്യ നിക്ഷേപം ഉള്ളവരുടെയൊക്കെ പറയണേ M1. പിന്നെ M2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ പൊതുജനങ്ങളുടെ കയ്യിലുള്ള പൈസ പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപം. അപ്പൊ M2 പറഞ്ഞു കഴിഞ്ഞാൽ M1 പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസിന്റെ വരുന്നത്. ഇനി M3 പറയുമ്പോൾ എന്താണ്? M1 ഉണ്ടാവും പൊതുജനങ്ങളുടെ കയ്യിലുള്ളതും പ്ലസ് വാണിജ്യ ബാങ്കുകളിലെ അറ്റ സ്ഥിര നിക്ഷേപം. എന്താണ് M3 പറഞ്ഞ? അറ്റ സ്ഥിര നിക്ഷേപം കേട്ടാ. ഇനി M4 പറഞ്ഞു കഴിഞ്ഞാൽ M3 ഉണ്ടാവും. അതായത് M1 ഉണ്ട്, വാണിജ്യ ബാങ്കുകളുടെ അറ്റ സ്ഥിര നിക്ഷേപവും ഉണ്ട്, അതിന്റെ കൂടെ പോസ്റ്റ് ഓഫീസുകളിലെ മൊത്ത നിക്ഷേപം ഉണ്ടാവും കേട്ടാ. നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റുകൾ ഒഴികെയുള്ളത്. ഇതിൽ M1, M2 എന്നത് ഇടുങ്ങിയ പണമാണ്. M1, M2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇടുങ്ങിയ പണമാണ്, നാരോ മണി എന്നാ പറയാ. എന്നാൽ M3, M4 എന്നത് എന്താണ്? വിശാല പണം, ബ്രോഡ് മണി എന്നും അറിയപ്പെടുന്നു. M1, M2 പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. M3, M4 എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ഉണ്ടാവും അല്ലേ? പൊതുജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, വാണിജ്യ ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ അത് കൂടുതലായിരിക്കും അല്ലേ? അപ്പൊ M1, M2 ഇടുങ്ങിയ നാരോ മണിയും M3, M4 എന്താണ്? വിശാല പണവുമാണ് കേട്ടാ. ബാങ്കുകൾ അനിയന്ത്രിതമായി വായ്പകൾ നൽകുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പണപ്രദാനം വർദ്ധിക്കുന്നതിനും പണപ്പെരുപ്പത്തിനും കാരണമാവുന്നു. പണപ്രദാനം വർദ്ധിച്ചാൽ എന്തായിരിക്കും? പണപ്പെരുപ്പം കൂടൂലേ?
അപ്പൊ ബാങ്കുകൾ അനിയന്ത്രിതമായി വായ്പകൾ നൽകുന്നത്, അതായത് നിയന്ത്രണമില്ലാതെ വായ്പകൾ നൽകുന്നത് ചെയ്യും, സമ്പദ് വ്യവസ്ഥയിലെ പണപ്രദാനം വർദ്ധിക്കൂലേ, ആളുകളുടെ കയ്യിലൊക്കെ എന്തായിരിക്കും, പണം കൂടുതലായിരിക്കും. അപ്പൊ എന്താണ്, അത് പണപ്പെരുപ്പത്തിനാണ് കാരണമാക്കല്ലേ. പണം കൂടുമ്പോ എന്താണ്, അവിടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം കുറയും. അപ്പൊ അവിടെ പണപ്പെരുപ്പം ഉണ്ടാവും അല്ലെ. അപ്പൊ അവര് പണം കൂട്ടി വാങ്ങും, സാധനങ്ങള് പണപ്പെരുപ്പത്തിനും കാരണമാവുന്നു. ഇത് നിയന്ത്രിക്കേണ്ടതാണല്ലേ. വായ്പകൾ നിയന്ത്രിക്കുന്നതിന് RBI അളവുപരമായ ഉപാധികൾ, ഗുണപരമായ ഉപാധികൾ എന്നീ ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മളെ ഇപ്പോൾ വായ്പ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് വെറുതെ ചോദിച്ചാൽ തരുമോ? പല ഫോമുകളിലെ ആധാരം വേണം. ഒരുപാട് പ്രാവശ്യം നമ്മൾ ബാങ്കുകളിൽ കയറി ഇറങ്ങിയാലേ നമുക്ക് ഒരു ലോൺ പാസ്സാവൂലേ, ഒരു വായ്പ കിട്ടുള്ളൂ. വായ്പാ നിയന്ത്രണ ഉപാധികൾ നമുക്ക് നോക്കാം. 2 തരത്തിലുള്ള ഉപാധികളുണ്ട്. അളവുപരമായുള്ള ഉപാധികൾ, അതായത് ക്വാണ്ടിറ്റേറ്റീവ്സ്, പിന്നെ ക്വാളിറ്റേറ്റീവ്സ് ആണ് ഗുണപരമായ ഉപാധികൾ. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ്സ് ഉപാധികള്, ഗുണപരമായ ഉപാധി, അളവുപരമായ ഉപാധികൾ എന്ന് പറയുമ്പോൾ ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, ബാങ്ക് നിരക്കുകളിൽ അതായത് പലിശ നിരക്കില്ലേ, അതിൽ മാറ്റം വരുത്തൽ അല്ലേ. ഒരു 5% ഉള്ളത് ഒരു 6% മാറ്റാം, 5% ഉള്ളത് ഒരു 6%, 7% ഒക്കെ മാറ്റുക. റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്തുക. റിസർവുകളുടെ റിപ്പോ നിരക്ക്, അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ നിരക്ക്, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ മാറ്റം വരുത്തുക. പരസ്യ വിപണി പ്രവർത്തനങ്ങൾ അല്ലെ, പരസ്യ വിപണി പ്രവർത്തനങ്ങൾ, അതൊക്കെയാണ് അളവുപരമായ ഉപാധികൾ. ഇനി ഗുണപരമായ ഉപാധികൾ പറയുമ്പോൾ എന്താണ്, മാർജിൻ ആവശ്യകത, ധാർമ്മിക പ്രേരണ അല്ലെ, മാർജിൻ ആവശ്യകതയും ധാർമ്മിക പ്രേരണയും. ബാങ്കു നിരക്കുകളിൽ മാറ്റം വരുത്തിയും റിസർവ് നിരക്കുകളിൽ ഒന്നായ കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തിയും RBI പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നോക്കിയോളൂ. റിപ്പോ നിരക്ക് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിരക്ക് ഏതൊക്കെയാണ്? റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നിവയാണ് പ്രധാനപ്പെട്ട ബാങ്ക് നിരക്കുകൾ. ഞാൻ റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും ഷോർട്സ് വീഡിയോ ആയിട്ടിടാം, അതെല്ലാവരും കാണണം കേട്ടോ. പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യാം, ഓരോ സമയത്തും വരുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, നിങ്ങൾ കാണണം. കാരണം റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്, അതുകൊണ്ടാണ് പറയണത്. ഉദാഹരണത്തിന് പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്നത് എന്നിരിക്കട്ടെ, റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ RBI വർധനവ് വരുത്തുന്നു. അതായത് പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വർഷം എന്താണ് വർദ്ധിച്ചത്, എന്ത് ചെയ്യും, റിപ്പോയിലും റിവേഴ്സ് റിപ്പോ നിരക്കുകളിലും RBI വർധനവ് വരുത്തും. ഇപ്പൊ നമ്മൾക്ക് എന്താണ്, റിപ്പോ റിവേഴ്സ് റിപ്പോ ഒക്കെ എന്താണ് കുറഞ്ഞിരിക്കുകയാണ് അല്ലേ. അതെന്തുകൊണ്ടാണ്, അവിടെ പണപ്പെരുപ്പം കുറഞ്ഞു, അതുകൊണ്ടാണ് അവരെന്ത് ചെയ്ത് റിപ്പോയും റിവേഴ്സ് റിപ്പോയും എന്താണ് കുറച്ചത് കേട്ടാ. അപ്പൊ പണപ്പെരുപ്പം കൂടിയാലേ ഇതാക്കുള്ളൂ കേട്ടാ, റിവേഴ്സ് റിപ്പോയൊക്കെ കൂട്ടുള്ളൂ. RBI നിരക്കുകൾ മാറ്റുമ്പോൾ വാണിജ്യ ബാങ്കുകളും ഈ നിരക്കുകളിൽ മാറ്റം വരുത്തുന്നു. RBI ഇങ്ങനെ ഈ നിരക്കുകളൊക്കെ മാറ്റുമ്പോൾ വാണിജ്യ ബാങ്കുകളായിട്ടുള്ള നമ്മുടെ SBI ഇല്ലേ, സൗത്ത് ബാങ്ക് ഓഫ് ഇന്ത്യ, അതെന്ത് ചെയ്യും, ആ നിരക്കുകളിലൊക്കെ മാറ്റം വരുത്തും കേട്ടാ. ഈ നിരക്കുകൾ കൂടുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പയ്ക്ക് ലഭ്യമായ പണത്തിന്റെ അളവ് കുറയുന്നു. അപ്പൊ എന്തായിരിക്കും, ഈ നിരക്കുകളൊക്കെ ഇങ്ങനെ കൂടുന്ന സമയത്ത് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പയ്ക്ക് ലഭ്യമായുള്ള പണത്തിന്റെ അളവ് എന്ത് ചെയ്യും, കുറയൂലേ. ചിലപ്പോൾ മുൻപ് 1 ലക്ഷം രൂപ വരെ വായ്പ കിട്ടിയത് ചിലപ്പോൾ എന്തായാലും 50,000 വരെ വായ്പയുള്ളതായിട്ട് മാറൂലേ ചിലപ്പോൾ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ. കാരണം റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുതലാകുമ്പോൾ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന്റെ അളവ് കൂടുതലായിരിക്കും. എന്താണ് പറയണത്, റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുതലാകുമ്പോൾ, റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുതലാകുമ്പോൾ എന്താണ്, വാണിജ്യ ബാങ്കുകള് റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന, വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുമല്ലോ, ആ പണത്തിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോഴല്ലേ നമുക്ക് അങ്ങനെ അതെന്ത്, റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുതലാകുമ്പോൾ എന്താണ്, നിക്ഷേപണം എന്തെയും കൂടുതലാകും വരില്ലേ. നമ്മൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കണ പണത്തിന്റെ അളവ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ മനസ്സിലായില്ലേ, റിവേഴ്സ് റിപ്പോ നിരക്ക് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ നമ്മുടെ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനെയാണ് എന്ത് പറയാ, റിവേഴ്സ് റിപ്പോ പറയാ അല്ലെ, അത് കൂടുതലായിരിക്കും എന്ന് പറയണേ. അതുപോലെ റിപ്പോ നിരക്കുകൾ വർദ്ധിക്കുമ്പോൾ പൊതുജനങ്ങൾ എടുക്കുന്ന വായ്പയുടെ അളവ് കുറയുന്നു. ഇനി എന്താണ്, സാധാരണ റിപ്പോ നിരക്കുകൾ വർദ്ധിക്കുമ്പോൾ എന്താണ്, നമ്മൾ പൊതുജനങ്ങളില്ലേ, പൊതുജനങ്ങൾ എടുക്കുന്ന വായ്പയുടെ അളവ് എന്ത് ചെയ്യും, കുറയും. പൊതുജനങ്ങൾ എടുക്കുന്ന വായ്പയുടെ അളവ് കുറയുന്നതുകൊണ്ടാണ്, അതെന്തുകൊണ്ടാണ്, റിപ്പോ നിരക്ക് കൂടുതലാവുമ്പോൾ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന്റെ അളവ് കൂടുതലായിരിക്കും കേട്ടാ, റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുമ്പോൾ. അതുപോലെ തന്നെ റിപ്പോ നിരക്കുകൾ വർദ്ധിക്കുന്ന സമയത്ത്, റിപ്പോ നിരക്കുകൾ കൂടുന്ന സമയത്ത് നമ്മളായിട്ടുള്ള പൊതുജനങ്ങൾ എന്താണ് എടുക്കുന്ന വായ്പയുടെ അളവ് എന്ത് ചെയ്യും, കുറയും. റിപ്പോ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയും. അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുന്ന സമയത്ത് വാണിജ്യ ബാങ്കുകൾ RBI ഇടുന്ന പൈസന്റെ അളവ് എന്ത് ചെയ്യും, കൂടൂട്ടാ. അങ്ങനെ പഠിച്ചു വയ്ക്കാം. റിപ്പോ വരുമ്പോൾ ജനങ്ങളുടെ വായ്പ കുറയും. റിവേഴ്സ് റിപ്പോ പറയുമ്പോൾ വാണിജ്യ ബാങ്കുകൾ
നിക്ഷേപിക്കുന്ന പണത്തിന്റെ അളവ് എന്തായിരിക്കും? കൂടുതലാക്കേണ്ടി വരും കേട്ടോ, കൂടുതലായിരിക്കും. അതുമൂലം സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായിരിക്കുന്ന പണത്തിന്റെ അളവ് കുറയുകയും ചെയ്യൂലേ. പലിശ നിരക്ക് വർദ്ധിക്കുമ്പോൾ ജനങ്ങൾ ഉപഭോഗ ആവശ്യത്തിന് കൂടുതൽ പണം ചെലവഴിക്കുന്നതിന് പകരം സമ്പാദ്യ നിക്ഷേപത്തിനായി പണം നീക്കിവെക്കൂലേ. അതായത് ചിലവരെന്ത് ചെയ്യും, ഈ ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ വരുന്ന സമയത്ത് എന്താണ്, പലിശ നിരക്കൊക്കെ വർദ്ധിക്കുന്ന സമയത്ത് ജനങ്ങൾ എന്ത് ചെയ്യും, ഉപഭോഗ ആവശ്യത്തിന്, അതായത് നമുക്ക് എല്ലാത്തിനും ആവശ്യമുണ്ട് അല്ലേ. ഇപ്പോൾ മക്കളുള്ളവരിനെയൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി, അരിയൊക്കെ, കരണ്ട് ബില്ല്, ഇപ്പം എല്ലാത്തിനും നല്ല പൈസയാണല്ലേ. അപ്പോൾ ഉപഭോഗ ആവശ്യത്തിന് കൂടുതൽ പണം ചെലവഴിക്കുന്നതിന് പകരം സമ്പാദ്യ നിക്ഷേപത്തിന്, അതിനൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ അമ്മമാരൊക്കെ പണം ഇങ്ങനെ പിശുക്കി വെച്ചിട്ട് എന്ത് ചെയ്യും, അവർ LICയിലും അങ്ങനെ ഓരോ പോസ്റ്റ് ഓഫീസിലൊക്കെ സേവിങ്സ് അക്കൗണ്ടിലൊക്കെ കൊണ്ടുവിടും അല്ലേ. കാരണം ഉപഭോഗം വേണ്ടെന്ന് വയ്ക്കുന്നത് വഴി ലഭിക്കുന്ന പ്രതിഫലം കൂടുതലാണ് അല്ലേ. നമ്മൾ ഒരുപാട് ഉപയോഗിക്കേണ്ട, അതായത് പണം ദൂർത്തടിക്കേണ്ട എന്ന് പറയുമ്പോൾ അത് കിട്ടുന്നത് എന്താണ്, കൂടുതൽ പ്രതിഫലം കിട്ടും അല്ലേ. പൊതുജനങ്ങളുടെ കൈവശമുള്ള പണം വാണിജ്യ ബാങ്കുകളിലേക്കും അവിടെ നിന്ന് റിസർവ് ബാങ്കിലേക്കും എത്തുന്നു അല്ലേ. അപ്പൊ ആദ്യം നമ്മുടെ കയ്യിലുള്ള പൈസ എവിടേക്കാണ് പോകുന്നത്, വാണിജ്യ ബാങ്കുകളിലേക്ക് പോകും. ഈ വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യും, റിസർവ് ബാങ്കിലേക്കുണ്ട്. അതിനെയാണ് റിവേഴ്സ് റിപ്പോ പറയുക അല്ലേ. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ ഇടുന്ന പൈസയാണ് റിവേഴ്സ് റിപ്പോ പറഞ്ഞു കഴിഞ്ഞാട്ടാ. സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് കുറയുകയും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാവുകയും ചെയ്യും. അപ്പൊ എന്താ ചെയ്യേണ്ടത്, സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് എന്ത് ചെയ്യും, കുറയൂലേ. ആളുകൾ ഇങ്ങനെ നിക്ഷേപിക്കുന്ന സമയത്ത് പണത്തിന്റെ അളവ് കുറയും. ആളുകളുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ, അധികം ഇല്ല അല്ലേ. അവരിങ്ങനെ സേവിങ് ചെയ്ത് ഇങ്ങനെ എവിടെയെങ്കിലും നിക്ഷേപിക്കുകയല്ലേ. അപ്പൊ എന്താണ്, പണപ്പെരുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ പണത്തിന്റെ അളവ് കുറയ്ക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ. പണത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുപ്പം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇനി ഇവിടെ നോക്കൂ, റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും എന്താണെന്നൊന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. ഇതാണ് വാണിജ്യ ബാങ്കുകൾ എവിടെ പോയിട്ട് വായ്പ വാങ്ങേണ്ട, റിസർവ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കും. അതിന് അപ്പോൾ വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ്. അപ്പോൾ റിപ്പോ നിരക്ക് ആരുടെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയാണ് റിപ്പോ നിരക്ക്. ആര്, വാണിജ്യ ബാങ്കുകൾ വന്ന് പലിശ എടുക്കുമല്ലോ, വായ്പ എടുക്കുമല്ലോ. അവർക്ക് ഇത്ര അവൻ്റെ ബാങ്കിൽ പൈസ വേണമല്ലോ, വായ്പ കൊടുക്കണമെങ്കിൽ പൈസ വേണ്ടേ. അപ്പോൾ അവരെന്ത് ചെയ്യും, റിസർവ് ബാങ്കിൽ പോയിട്ട് വായ്പ വാങ്ങൂലേ അവർ. അപ്പം എന്ത് ചെയ്യും, അവരൊരു പലിശ അതിന് വെക്കും. ആ പലിശനെ പറയുന്ന പേരാണ് റിപ്പോ നിരക്ക്. ഇനി റിവേഴ്സ് റിപ്പോ നിരക്ക് പറയുമ്പോൾ എന്താണ്, വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. ഈ വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യും, പൈസ കാശൊക്കെ എവിടെ കൊണ്ട് നിക്ഷേപിക്കും, നമ്മുടെ റിസർവ് ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കൂലേ. അപ്പൊ ആ നിക്ഷേപണത്തിന് കൊടുക്കുന്ന പലിശയാണ് കണ്ട, വായ്പ വാങ്ങുമ്പോൾ ഉള്ള പലിശ. വാണിജ്യ ബാങ്കുകൾ വായ്പ വാങ്ങുമ്പോൾ ഉള്ള പലിശനെ റിപ്പോയും പറയും. തിരിച്ച് നിക്ഷേപിക്കുമ്പോൾ ഉള്ള പലിശനെ നമ്മൾ റിവേഴ്സ് റിപ്പോ നിരക്കെന്ന് പറയും. കിട്ടിയില്ലേ, അതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇപ്പോൾ പുതിയ 2020 ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ചെയ്തുതരാം. ഇനി നമ്മൾ കരുതൽ ധന അനുപാതത്തിൽ ക്യാഷ് റിസർവ് റേഷ്യോ CRR എന്ന് പറഞ്ഞ് കേട്ടില്ലേ നമ്മള്, അതാണ് കരുതൽ ധന അനുപാതം എന്ന് പറയുന്നത്. കരുതൽ ധന അനുപാതം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ CRR. അപ്പൊ ആദ്യം റിപ്പോ, പിന്നെ റിവേഴ്സ് റിപ്പോ, അതിനുശേഷം വരുന്നത് CRR ആണ് കേട്ടാ. ABC പറയുമ്പോൾ മൂന്നാമത് CL വരും. അപ്പൊ CRR മാറ്റം വരുത്തിയും റിസർവ് ബാങ്ക് പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കാറുണ്ട്. അതായത് CRRൽ എന്താണ്, മാറ്റം വരുത്തിയിട്ട് നമുക്ക് പണത്തിന്റെ പ്രധാനം എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിന്റെ അളവാണിത്. എന്താണ്, ബാങ്കുകൾ നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും, ബാങ്കുകൾ നിക്ഷേപമായിട്ട് സ്വീകരിക്കില്ലേ പണം, അതിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിന്റെ അളവാണ്. ഇപ്പൊ നോക്ക്, നമ്മളിപ്പോ പൈസ കൊണ്ടിടൂല്ലേ, നമ്മുടെ ബാങ്കിൽ ഇപ്പൊ എന്താണ് പൈസ ഉണ്ടാവൂലേ. അപ്പൊ അവര് മാസം തോറും ചിലപ്പോൾ വർഷം തോറും നമ്മുടെ ഒരു പൈസ എടുക്കില്ലേ, അതൊക്കെ ഏതിൽ ഉൾപ്പെടും, ഈ കരുതൽ ധന അനുപാതം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോയിൽ ഉൾപ്പെടും കേട്ടാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അതിന് കുറച്ച് മാറ്റി വെക്കണം അവർ കേട്ടാ. അതാണ് അവർ പറഞ്ഞത്, ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിന്റെ അളവാണ്. കരുതൽ ധന അനുപാതം കുറയുമ്പോൾ വായ്പ നൽകുന്നതിന് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും വായ്പ ലഭ്യത കൂടുകയും ചെയ്യുന്നു. ഇവിടെ എന്താ പറയണത്, അതായത്
കരുതൽ ധന അനുപാതം കുറയുമ്പോൾ, കരുതൽ ധന അനുപാതം CRR നമ്മുടെ ക്യാഷ് റിസർവ് റേഷ്യോ അല്ലേ, ആ കരുതൽ ധനം അനുപാതം കുറയണ സമയത്ത് വായ്പ നൽകുന്നതിന് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും, അതായത് വായ്പ നൽകാൻ വേണ്ടിയുള്ള പണത്തിന്റെ അളവില്ലേ അതെന്ത് ചെയ്യും, വർദ്ധിക്കുകയും വായ്പ ലഭ്യത കൂടുകയും ചെയ്യുന്നു. അപ്പോൾ CRR കുറയുമ്പോഴാണ് വായ്പാ ലഭ്യത കൂടുന്നത്. ബാങ്കുകളില് വായ്പാ ലഭ്യത കൂടുന്നത് CRR കുറയുന്നതുകൊണ്ടാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടാ. അതുവഴി ജനങ്ങളുടെ കൈവശമുള്ള പണലഭ്യത ഉയർന്നു അല്ലേ. അപ്പൊ വായ്പകൾ വാങ്ങുന്നത് ജനങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യും, ഉയരും, പണം അവർ ഉയരും. എന്നാൽ കരുതൽ ധന അനുപാതം വർദ്ധിക്കുകയാണ് വിചാരിക്കുക. അപ്പൊ വായ്പ നൽകാൻ ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് കുറയും. അപ്പൊ എന്താണ്, കരുതൽ ധനം അനുപാതം എന്താണ് വർദ്ധിക്കണ സമയത്ത് വായ്പ നൽകാൻ ബാങ്കുകളുടെ കൈവശമുള്ള പണം, കാരണം ഇപ്പൊ ഒരു ബാങ്കിൽ നിന്ന് ഇങ്ങനെ പൈസ കൂട്ടില് CRR കൂടി വിചാരിക്കുക. അപ്പൊ ആളുകൾ ആരെങ്കിലും പോയി നിക്ഷേപിക്കുവോ? ഇല്ല, അവിടെ CRR കൂടുതലാണ് പറഞ്ഞിരിക്കൂലേ. അപ്പൊ എന്താണ്, ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് കുറയില്ലേ. ഇത് വായ്പാ ലഭ്യത കുറയ്ക്കും, ജനങ്ങളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് കുറയുകയും ചെയ്യൂലേ. അതായത് പണത്തിന്റെ അളവ് കുറയുമ്പോ എന്താണ്, അപ്പൊ ഇതൊക്കെ നമ്മുടെ പണത്തിന്റെ അളവ് കുറയുന്നതിനോട് ഇതാട്ടാ. അപ്പൊ ഇവിടെ CRR കൂടുമ്പോ ഏറ്റവും ഗുണം, അതായത് CRR കൂടുമ്പോ എന്താണ്, അതായത് ഇവിടെ ശ്രദ്ധിച്ചോളൂ, CRR കൂടുന്ന സമയത്ത് അത് നേരെ ശ്രദ്ധിക്കണം. CRR കൂടുന്ന സമയത്ത് വായ്പകൾ എന്താണ്, വായ്പകളുടെ അളവ് എന്തെങ്കിലും കുറയും കേട്ടാ. അപ്പൊ ജനങ്ങളുടെ കയ്യിലുള്ള അളവ് എന്തെങ്കിലും കുറയും. അപ്പൊ CRR കൂടുമ്പോ എന്ന് ആലോചിച്ച് വെച്ചാൽ കേട്ടാ, വായ്പ കുറയും. CRR കൂടുമ്പോ വായ്പ കുറയും, ജനങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ അളവും കുറയും. ഇനി ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു അല്ലെ. ഗവൺമെന്റിന്റെ ബാങ്കാണ്. ഗവൺമെന്റ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതും ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതും ധനകാര്യ മാനേജ്മെന്റ് നടപ്പിലാക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എന്താണ്, ഗവൺമെന്റ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതും ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതും ധനകാര്യ മാനേജ്മെന്റ് നടപ്പിലാക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കൂടാതെ ഗവൺമെന്റിന്റെ പണനയം, ധനനയം തുടങ്ങിയവയിൽ ഉപദേശം നൽകുന്നതും റിസർവ് ബാങ്ക് ആണ് അല്ലെ. അപ്പൊ പണനയത്തിലും ധനനയത്തിലും അത് ഗവൺമെന്റിന്റെയാണ് അല്ലെ. അതിൽ ഉപദേശം നൽകുന്നത് ആരാണ്, റിസർവ് ബാങ്ക് ആണ് കേട്ടാ. അതാണ് ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ധനനയവും പണനയവും നോക്കാം. അത് പ്രസ്താവനയിൽ വന്നാണ്. ഫിസ്ക്കൽ പോളിസി നമ്മൾ ഒരുപാട് KAS എക്സാമിന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരും അല്ലേ. ധനനയം പറഞ്ഞു കഴിഞ്ഞാൽ ഫിസ്ക്കൽ പോളിസിയാണ്. നമ്മൾ ധനമൊക്കെ എന്ത് ചെയ്യണം, അങ്ങനെ ആലോചിച്ചാൽ ധനമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫിസ്കി വെക്കുകയാണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ ഫിസ്ക്കൽ പോളിസി. നികുതി ചുമത്തൽ നോക്കിക്കോളൂ, ധനനയത്തിൽ വരുന്നതാണ്. നികുതി ചുമത്തൽ, ഗവൺമെന്റ് ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയമാണ് ധനനയം. എന്താണ് ധനനയം? നികുതി ചുമത്തൽ. നമ്മൾ ടാക്സ് ഒക്കെ ചുമത്തില്ലേ, അതുപോലെ തന്നെ ഗവൺമെന്റ് ചെലവുകൾ, ഗവൺമെന്റിൽ ഉണ്ടാവുന്ന ചെലവുകളൊക്കെ എന്താണ് ധനനയത്തിൽ വരുന്ന കേട്ടാ. അങ്ങനെയുള്ള അതിനെക്കുറിച്ചുള്ള സംബന്ധിച്ച നയമാണ് ധനനയം. നികുതി ചുമത്തൽ, ഗവൺമെന്റ് ചെലവുകൾ. ഇനി പണനയം, മോണിറ്ററി പോളിസി. പണനയം, മോണിറ്ററി പോളിസി. പണം പറഞ്ഞ മണി, പണത്തിന്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നയം. അപ്പൊ പണനയം പറഞ്ഞാൽ പണത്തിന്റെ അളവും പലിശ നിരക്കും, പണത്തിന്റെ അളവും പലിശ നിരക്കും. ധനനയം പറഞ്ഞാൽ നികുതി ചുമത്തലും ഗവൺമെന്റ് ചെലവ് കേട്ടാ. ഇത് ചിലപ്പോ നമ്മള് ചേരുമ്പടി ചേർക്കാനൊക്കെ വരും കേട്ടാ. നികുതി ചുമത്തല്, ഗവൺമെന്റ് ചെലവുകൾ, ധനനയം. പണനയം പറഞ്ഞതാണ് പണത്തിന്റെ അളവ്, പലിശ നിരക്ക്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, അടുത്ത് നോക്കിക്കോളൂ, വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പ്. നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരമില്ലേ, അതിന്റെ സൂക്ഷിപ്പുകാരനാണ് ആരും, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ. വിദേശ നാണ്യത്തിന്റെ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണ്യ ശേഖരം എന്നത് വിദേശ കറൻസികൾ, സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാം ചേർന്നതാണ്. ഇതിന്റെ എല്ലാം കാവൽക്കാരൻ RBI ആണ്. ഇനി റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ഇന്ത്യയിലെ ബാങ്കിംഗ് പ്രവണത, പണനയ റിപ്പോർട്ടുകള്, ഉപഭോക്തൃ സർവേകള്, RBI ബുള്ളറ്റിന്, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെന്റുകൾ തുടങ്ങിയ വിവിധ റിപ്പോർട്ടുകൾ RBI വിവിധ കാലയളവിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അല്ലെ. പണനയ റിപ്പോർട്ടുകൾ, ഉപഭോക്തൃ സർവേകൾ, RBI ബുള്ളറ്റിൻ, അതൊക്കെ അല്ലെ. ഇനി നമ്മൾ നോക്കോ, ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും നമുക്ക് നോക്കാം. സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾ, സംഘടനകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ളവർക്കെല്ലാം പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും എല്ലാവർക്കും എന്താണ്,
പണമിടപാടൊക്കെ നടത്തുന്നത് അല്ലേ, അതിനു വേണ്ടിയിട്ടുള്ള സേവനങ്ങളൊക്കെ നൽകുന്നുണ്ട്. ബാങ്കുകളെ പൊതുവെ വാണിജ്യ ബാങ്കുകള്, സഹകരണ ബാങ്കുകള് എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. അപ്പൊ ബാങ്കുകളെ എത്ര തരത്തിലുണ്ട്? രണ്ടെണ്ണം. വാണിജ്യ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട് കേട്ടാ. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഓഹരി ഉടമകളാണെങ്കിൽ സഹകരണ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കാണ്. അതായത് വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതാണ് ഓഹരി ഉടമകൾ കേട്ടോ. ഓഹരി ഉടമകളാണ് വാണിജ്യ ബാങ്കുകൾ പറയുമ്പോൾ വ്യവസായ വാണിജ്യമായി ബന്ധപ്പെടല്ലേ, അപ്പോൾ ഓഹരി ഉടമകള്. ഇനി അടുത്തത് നമ്മുടെ സഹകരണം പറഞ്ഞ സഹകരണ സംഘങ്ങൾ കേട്ടോ. സഹകരണ സംഘത്തിലെ അംഗങ്ങൾക്ക്. കേരള ബാങ്ക് സഹകരണ ബാങ്കിന് ഉദാഹരണമാണ്. അപ്പൊ കേരള ബാങ്ക് എന്താണ്? സഹകരണ ബാങ്കാണ് കേട്ടാ. കേരള ബാങ്ക് സഹകരണ ബാങ്കാണ്. വാണിജ്യ ബാങ്കുകൾ നോക്കാം. ബാങ്കിങ് സേവനങ്ങൾ നൽകാൻ RBIയുടെ അനുമതിയുള്ളതും 1934 RBI ആക്ട് 2ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവയുമായ ബാങ്കുകളാണ് ഇവ കേട്ടാ. അപ്പൊ വാണിജ്യ ബാങ്കുകൾ RBIയുടെ എത്രാമത്തെ പട്ടികയിലാണ് പറഞ്ഞാൽ? 2ാം പട്ടികയിലാണ് കേട്ടാ. 1934 RBI ആക്ട് 2ാം പട്ടികയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ബാങ്കിങ് സേവനങ്ങൾ നൽകാൻ RBIയുടെ അനുമതി ഉള്ളതാണ് കേട്ടാ. ബാങ്കിങ് സേവനങ്ങൾ നൽകാൻ RBIയുടെ അനുമതി ഉള്ളതാണ്. പൊതുമേഖലാ ബാങ്കുകള്, സ്വകാര്യ മേഖലാ ബാങ്കുകള്, സ്മോൾ ഫിനാൻസ് ബാങ്കുകള്, പേയ്മെന്റ് ബാങ്കുകള്, സ്പെഷ്യലൈസ്ഡ് ബാങ്കുകള്, റീജിയണൽ റൂറൽ ബാങ്കുകള്, വിദേശ ബാങ്ക് എന്നിവയെല്ലാം വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഇതിൽ നിന്നൊക്കെ നമുക്ക് എത്രയോ പ്രാവശ്യം എക്സാമിന് വന്നാണല്ലേ. പൊതുമേഖലാ ബാങ്കുകളുണ്ട്, നമ്മുടെ SBI ഉൾപ്പെടുന്നത്. സ്വകാര്യ മേഖലാ ബാങ്കുകളുണ്ട് അല്ലേ, നമ്മുടെ സൗത്ത് ഇന്ത്യ ബാങ്ക്. പിന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുണ്ട്. പിന്നെ അതേപോലെ മൈക്രോ ഫിനാൻസ് ബാങ്കുകളൊക്കെ ഇല്ലേ. പിന്നെ പേയ്മെന്റ് ബാങ്കുകൾ ഈ ഇടയ്ക്ക് നമ്മുടെ ചോദിച്ചൊരു എക്സാമിന് നാളെ പേയ്മെന്റ് ബാങ്കുകള്. പിന്നെ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകളുണ്ട്, റീജിയണൽ റൂറൽ ബാങ്കുകളുണ്ട് അല്ലേ. അതായത് ഗ്രാമീണ ഗ്രാമീണ പ്രദേശ ബാങ്കുകൾ അല്ലേ. പിന്നെ വിദേശ ബാങ്ക്, അതെല്ലാം വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് കണ്ടാ. നബാർഡ് അതൊക്കെ നമ്മുടെ വാണിജ്യ ബാങ്കുകളിൽ ഉൾപ്പെടും കേട്ടാ. അതുപോലെ തന്നെ സൗത്ത് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ഇതൊക്കെ വാണിജ്യ ബാങ്കാണ് കേട്ടാ. 1990കളിലെ സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തനാനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്നറിയപ്പെടുന്നതാണ്. 1990കളിലെ സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം. അപ്പൊ സാമ്പത്തിക പരിഷ്കാരം എപ്പോഴതിനു ശേഷം? 1990 കേട്ടാ. നമ്മള് പുത്തൻ സാമ്പത്തിക നയം എന്നൊക്കെ പണ്ട് കേട്ടില്ലേ. 1991 കാലം 1985 ഉണ്ട് കേട്ടാ. അപ്പൊ 1990കളിലെ സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തന അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകൾ എന്താണ് അറിയപ്പെടുന്നത്? ന്യൂ ജനറേഷൻ. നമ്മൾ 1990കളിലുള്ളതിന് ശേഷമുള്ളതിനെ എന്താ വിളിക്കുക? ന്യൂ ജനറേഷൻ എന്നല്ലേ പറയാ. അപ്പൊ അതിനുശേഷം അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്നറിയപ്പെടുന്നു. ആക്സിസ് ബാങ്ക്, മഹേന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡെക്സ് ബാങ്ക് തുടങ്ങിയവയെല്ലാം എന്താണ്? ന്യൂ ജനറേഷൻ ബാങ്ക്. അപ്പൊ ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് ഉദാഹരണം ചിലപ്പോ പ്രസ്താവനയിൽ വരാം. അപ്പൊ എന്താണ്? ആക്സിസ് ബാങ്ക് ഒരു ന്യൂ ജനറേഷൻ ബാങ്കാണ് കേട്ടാ. പിന്നെന്താണ്? മഹേന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡെക്സ് ബാങ്ക് കേട്ടാ. ഇൻഡസ് ബാങ്ക്, ഇൻഡസ്, ആക്സിസ്, ആക്സിസ്, ഇൻഡസ്, മഹേന്ദ്ര, യെസ്, ആക്സിസ്, മഹേന്ദ്ര, യെസ്, ഇൻഡസ്, ഇൻഡസ്, ആക്സിസ്, മഹേന്ദ്ര, യെസ്, ആക്സിസ്, ഇൻഡസ്, മഹേന്ദ്ര, യെസ്. ഇനി അടുത്ത് നോക്കാം നമുക്ക് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ പ്രസ്താവനയിൽ വരാറുള്ളതാണ്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. എന്താണ്? പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. നമ്മളൊന്നും ആലോചിക്കേണ്ട. വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ നമ്മൾ അവിടെ നിക്ഷേപങ്ങളൊക്കെ സ്വീകരിക്കണില്ലേ, വായ്പകൾ നൽകണില്ലേ എന്നാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ. സമ്പാദ്യങ്ങളുടെ സുരക്ഷിത ഇടമായി ബാങ്കുകൾ പ്രവർത്തിക്കുന്നു അല്ലെ. നമ്മളുടെ സമ്പാദ്യങ്ങളൊക്കെ എന്താണ്? സുരക്ഷമായിട്ട് അവിടെ ഷെയർ ചെയ്യൂ അല്ലെ. ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം വിവിധ ഇനം വായ്പകളാക്കി സംരംഭകർക്ക് ലഭ്യമാക്കാൻ ബാങ്കുകൾ കഴിയുന്നു. നമ്മളവിടെ സൂക്ഷിക്കുന്ന പൈസ എന്താണ്? വായ്പകളാക്കിയിട്ട് ജനങ്ങൾക്ക് തന്നെ കൊടുക്കല്ലേ. അപ്പൊ നോക്ക് അടുത്തത് നിക്ഷേപങ്ങൾ സ്വീകരിക്കല്. വാണിജ്യ ബാങ്കുകളുടെ ഓരോ ധർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്കായി നൽകുന്ന വിവിധ തരം നിക്ഷേപ അക്കൗണ്ടുകൾ പരിചയപ്പെടാം നമുക്ക്. സമ്പാദ്യ നിക്ഷേപം, അത് ചോദിക്കാറുണ്ട് അല്ലെ. സമ്പാദ്യ നിക്ഷേപം വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കുന്നതിനും കഴിയുന്ന രീതിയിലുള്ള നിക്ഷേപമാണിത്.
നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരമുണ്ട്. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാം എന്നതും പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയും ഓരോ ബാങ്കുകളിലും വ്യത്യസ്തമായിരിക്കും. സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള പലിശ ബാങ്കുകൾ നൽകാറുണ്ട് അല്ലെ. സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക് എന്താണ് കുറഞ്ഞ നിരക്കിലുള്ള പലിശ നമ്മൾ സമ്പാദിച്ച് അവിടെ വെക്കുമ്പോൾ അതെന്താണ് നമുക്ക് സമ്പാദ്യശീലം വളർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കിട്ടുന്ന പൈസയൊക്കെ അവിടെ കൊണ്ടുപോകുമ്പോൾ അതിനൊരു പലിശ നമുക്ക് തരൂല്ലേ. ഇനി അടുത്ത് കറന്റ് നിക്ഷേപം. ബിസിനസ് ഇടപാടുകളെ ലക്ഷ്യം വെച്ചുള്ള അക്കൗണ്ടാണ് കറന്റ് അക്കൗണ്ട്. അപ്പൊ ബിസിനസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കറന്റ്. സമ്പാദ്യശീലം വളർത്താൻ സമ്പാദ്യ നിക്ഷേപം, ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ടാണ് കറന്റ് നിക്ഷേപം. ഇത്തരം അക്കൗണ്ടുകളിൽ നിന്നും ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധിയില്ല. അവർക്ക് എന്താണ് ഈ കറന്റ് നിക്ഷേപം വെച്ച് കഴിഞ്ഞാൽ എന്താണ് എത്ര വേണമെങ്കിലും ഇടപാട് നടത്താൻ പറ്റൂ അല്ലെ. ഈ അക്കൗണ്ടിലുള്ള പണത്തിന് ബാങ്കുകൾ പലിശ നൽകാറില്ല. അവിടെ എന്താണ് ഇതിങ്ങനെ ദിവസം എടുക്കുക പോവുക, ദിവസം എടുക്കുക വരിക കൊള്ളുക, അപ്പൊ എന്താണ് അതിന് പലിശയില്ല. ഈ അക്കൗണ്ടിൽ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നു. ഇവിടെ എന്താണ് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. മുൻകൂടി നിശ്ചയിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറന്റ് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഓവർ ഡ്രാഫ്റ്റ്. അതായത് ഇവിടെ എന്താണ് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറന്റ് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനത്തെ നമ്മൾ വിളിക്കുക ഓവർ ഡ്രാഫ്റ്റ്. ഓവർ പറഞ്ഞാൽ കൂടുതലല്ലേ, അപ്പൊ അങ്ങനെ ആലോചിക്കുക ഡ്രാഫ്റ്റ്. ഇനി ടേം ഡിപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപ അക്കൗണ്ട്. ടേം ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപ അക്കൗണ്ട് പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടതില്ലാത്ത പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടാണിത്. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തിന് നൽകുന്നതിനേക്കാൾ കൂടുതൽ പലിശ നൽകുന്നു. ഇപ്പൊ നമ്മൾ 10 വർഷത്തിനൊക്കെ ഇടില്ലേ, അതാണ്. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാലയളവിന് മുമ്പ് ഈ നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിക്കുകയാണെങ്കിൽ നിക്ഷേപകർക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് കുറയും. ഇപ്പൊ നമ്മൾ LICയിൽ 10 വർഷത്തിന് കൊണ്ടിട്ടു, നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ട് പൈസ വേണം പറയുമ്പോൾ ആ പലിശ കുറയൂലേ. നിക്ഷേപങ്ങളുടെ പലിശ മുതലിനൊപ്പമോ നിക്ഷേപകർ നിശ്ചയിക്കുന്ന വിവിധ കാലയളവുകളിലോ പിൻവലിക്കാവുന്നതാണ്. എന്താണ് നിക്ഷേപങ്ങളുടെ പലിശ മുതലിനൊപ്പമോ നിക്ഷേപകർ നിശ്ചയിക്കുന്ന വിവിധ കാലയളവുകളിലോ പിൻവലിക്കാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പിൻവലിക്കാവുന്നതാണ് അല്ലേ. ഇനി ആവർത്തിത നിക്ഷേപങ്ങൾ. ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക വീതം നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപങ്ങൾ അല്ലേ. ഇപ്പൊ നമ്മൾ മാസം 500 കൊണ്ടിടുക അല്ലെ പോസ്റ്റ് ഓഫീസിലൊക്കെ. അപ്പൊ അതൊക്കെ എന്താണ് ആവർത്തിത നിക്ഷേപങ്ങളാണ്. സമ്പാദ്യ നിക്ഷേപങ്ങളെക്കാൾ കൂടിയ പലിശ നിരക്ക് ഇത്തരം നിക്ഷേപങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഇത് സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ നിരക്കിനേക്കാൾ കുറവായിരിക്കും. സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ നിരക്കിനേക്കാൾ കുറവായിരിക്കും, സമ്പാദ്യ നിക്ഷേപങ്ങളുടെ പലിശയേക്കാൾ കൂടുതലായിരിക്കും കേട്ടാ. ഇനി കാലാവധിയുടെ അവസാനം സഞ്ചിത തുക പലിശയും ചേർത്ത് പിൻവലിക്കാവുന്നതാണ്. എന്താണ് കാലാവധിക്ക് ശേഷം നമുക്ക് എന്താണ് പിൻവലിക്കാൻ പറ്റും. ഇനി ഇവിടെ നോക്ക്, അടുത്തത് വായ്പ നൽകലാണ്. നമ്മുടെ വാണിജ്യ ബാങ്കുകളുടെ വായ്പ നൽകലാണ്. നിക്ഷേപം സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി വായ്പ നൽകല്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യത്യസ്ത സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിവിധ വായ്പകൾ നൽകുന്നത് വാണിജ്യ ബാങ്കുകളാണ്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യത്യസ്ത സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് വിവിധ വായ്പകൾ നൽകുന്ന ആരാണ്? വാണിജ്യ ബാങ്കുകളാണ് അല്ലേ. സമ്പാദ്യം ബാങ്കിൽ സൂക്ഷിക്കുന്നവരും വായ്പ എടുക്കുന്നവരും തമ്മിലുള്ള ഇടനിലക്കാരായി വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ ഒരു ഭാഗം കരുതൽ ധനമായി സൂക്ഷിച്ചു വെച്ച് ബാക്കി സംരംഭകർക്ക് വായ്പയായി നൽകാറുണ്ട്. അതായത് നമ്മൾ കുറച്ച് കൊടുക്കുന്ന പൈസ അവർ കുറച്ച് സൂക്ഷിച്ചു വെക്കും കരുതൽ ധനമായിട്ട്. എന്തെങ്കിലും അർജന്റ് വരുമ്പോൾ ആവശ്യമാണല്ലോ, കരുതൽ ധനം വേണമല്ലോ, കരുതൽ ധനം വെക്കണമല്ലോ. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യും? വായ്പയായിട്ടേ കൊടുക്കുള്ളൂ കേട്ടാ. ഇടപാടുകാർക്ക് നൽകുന്ന വിവിധ വായ്പകൾക്ക് വാണിജ്യ ബാങ്കുകൾ പലിശ ഈടാക്കാറുമുണ്ട്. അതാണ് പലിശ ഈടാക്കാറുണ്ട്. നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടിയ നിരക്കിലുള്ള പലിശ നിരക്കായിരിക്കും വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുക. അത് ശരിയല്ലേ? നമ്മൾ പൈസ നിക്ഷേപിക്കാൻ വെച്ചാൽ അവർ കുറച്ചേ തരുള്ളൂ. എന്നാൽ വായ്പ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പലിശ നിരക്ക് കൂട്ടും. കാരണം അവർക്ക് എന്താണ് പൈസ അങ്ങോട്ട് കൊടുക്കണം അല്ലേ, പൈസ അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ നോക്കൂ, നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കുകളുടെ വരുമാനം. എന്താണ് ബാങ്കുകളുടെ വരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ? നിക്ഷേപകർക്ക് നൽകുന്ന പലിശയുടെ വായ്പ, അതുപോലെ തന്നെ നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലേ. ചിലപ്പോൾ ഒരാളെ 50,000 ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു 1,000 രൂപ, ഒരു 2,000, 3,000 രൂപ കൊടുക്കും. അതും പിന്നെ അതുപോലെ തന്നെ ആ പൈസ വാങ്ങുന്നവരുണ്ടാവില്ലേ, നമ്മൾ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ 50,000 വാങ്ങുന്നവരുണ്ടാവും. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു 10,000 പിടിക്കും.
അപ്പോൾ 10,000 മൈനസ് 2,000 പറയുമ്പോൾ എന്താണ് 8,000 വരില്ലേ? അതാണ് ആ ബാങ്കുകളുടെ വരുമാനം. ഈ പൈസയൊക്കെ കൊണ്ട് തന്നെയാണ് അവിടെയുള്ളവരിനെയൊക്കെ അവരെന്താണ് വളർത്തുന്നത് അല്ലേ ബാങ്കുകളൊക്കെ. അല്ലാതെ ഇത് ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് നമുക്കൊക്കെ സാലറിയൊക്കെ കിട്ടുക? ഇങ്ങനെയൊക്കെ തന്നെയാണ് സാലറി കിട്ടുന്നത്, മനസ്സിലായിക്കോളൂ. ഇത് സ്പ്രെഡ് എന്നറിയപ്പെടുന്നത്. ഇതിനെയാണ് എന്ത് വിളിക്കുക? സ്പ്രെഡ്. ഈ വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പ്രെഡ് എന്ന് വിളിക്കുക കേട്ടാ. ബാങ്കുകൾ കണ്ട പുതിയൊരു പേര് കിട്ടിയില്ലേ? ഇതൊക്കെ നമ്മൾ കേൾക്കാത്ത വാക്കല്ലേ, അതാണ് പുതിയ SCERT വായിക്കണം എന്ന് പറയുന്നത്. അപ്പൊ സ്പ്രെഡ് മനസ്സിലായില്ലേ? ബാങ്കുകള് വിവിധ ഈടുകൾ സ്വീകരിച്ചാണ് വായ്പകൾ നൽകുക അല്ലെ. വീടിന്റെ ആധാരം, അങ്ങനെ സ്വർണം, അങ്ങനെയൊക്കെ അല്ലെ. സ്ഥലത്തിന്റെ രേഖകള്, ശമ്പള സർട്ടിഫിക്കറ്റ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെങ്കിൽ വീട് വയ്ക്കാനൊക്കെ എന്താണ് ശമ്പള സർട്ടിഫിക്കറ്റ് ആണ് കാണിക്കുക അല്ലെ. അടുത്തത് ഇനി മറ്റു ധർമ്മങ്ങളാണ്. വിവിധ സേവനങ്ങൾ പ്രദാനം ചെയ്യല്. പൊതുജനങ്ങൾക്കായി വാണിജ്യ ബാങ്കുകൾ വിവിധ തരത്തിലുള്ള ബാങ്കിങ് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നു. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, ATM സർവീസുകളുണ്ട്, ലോക്കർ സൗകര്യം, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. പിന്നെ ഭവന വായ്പ, കാർഷിക വായ്പ, വ്യക്തിഗത വായ്പയൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ബാങ്കുകളും സാങ്കേതിക വിദ്യകളും നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. മൊബൈൽ ബാങ്കിംഗ്, ഓൺലൈൻ ബാങ്കിംഗ് എന്നിവയുടെ വരവോടെ ഉപഭോക്താക്കൾക്ക് വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയിലൂടെ ലഭ്യമാവുന്നു. ബാങ്ക് ഇടപാടുകൾ ഇന്റർനെറ്റ് വഴി ലഭിക്കുന്ന സംവിധാനമാണ് ഓൺലൈൻ ബാങ്കിംഗ്. നിശ്ചിത സമയത്തും ദിവസങ്ങളിലും മാത്രം ലഭ്യമായിരുന്ന ബാങ്കിംഗ് സേവനങ്ങൾ വർഷത്തിൽ 365 ദിവസവും ലോകത്തിലെവിടെയും ലഭ്യമായത് സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ കൊണ്ടാണ്. ഇടപാടുകളുടെ വേഗം വർദ്ധിക്കുവാനും സാങ്കേതികവിദ്യ സഹായകരമാണ്. സാങ്കേതിക സൗകര്യങ്ങളുടെ ഫലമായി ബാങ്കിംഗ് മേഖലയിൽ ഉണ്ടായ ചില പണമിടപാട് സംവിധാനങ്ങൾ പരിചയപ്പെടാം. നോക്കൂ, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം, നെഫ്റ്റ് എന്ന് പറയും. എന്താണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം? അതായത് ഇലക്ട്രോണിക്കലായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിസ്റ്റം. അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സംവിധാനമാണ് നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം കേട്ടോ. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് IFSC. എല്ലാ ബാങ്കിനും ഒരു IFSC കോഡ് ഉണ്ടാവുമല്ലോ അല്ലേ. അതാണ് അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നാണ് കേട്ടോ. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഉപയോഗപ്പെടുത്തിയാണ് ഫണ്ടുകൾ കൈമാറ്റം ചെയ്യുന്നത്. IFSC കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നെഫ്റ്റിൽ കൈമാറ്റം ചെയ്യുന്നത്. ഇനി റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്, അതാണ് RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ RBI കൊണ്ടുവന്ന സംവിധാനമാണ് RTGS. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാനാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കോർ ബാങ്കിംഗ്, ഒരു ബാങ്കിന്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാക്കുന്ന സംവിധാനമാണ് കോർ ബാങ്കിംഗ്. ഒരു ബാങ്കിന്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാക്കുന്ന സംവിധാനമാണ് കോർ ബാങ്കിംഗ് കേട്ടോ. കോർ ബാങ്കിംഗ് പറയുമ്പോൾ എന്താണ്? ഒരു ബാങ്കിന്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാക്കുന്ന സംവിധാനമാണ് കോർ ബാങ്കിംഗ്. ഒരു ബാങ്കിന്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാക്കുന്ന സംവിധാനമാണ് കോർ ബാങ്കിംഗ്. ഇടപാടുകൾ നടത്തുന്നതിന് അക്കൗണ്ട് ഉള്ള ബ്രാഞ്ചിൽ തന്നെ പോകണമെന്നില്ല. ഇത് ഇടപാടുകൾക്ക് ഏറെ സൗകര്യമാണല്ലേ. ഇപ്പൊ നമ്മള് തൃശ്ശൂരാണ് ജോലിയാണ്, പക്ഷെ നമ്മുടെ ബാങ്ക് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ പറയാ എറണാകുളത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ആ ഒരു ബ്രാഞ്ചിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അതാണ് കോർ ബാങ്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ്, UPIയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെച്ചോളൂ. എന്താണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ UPIന്റെ ഫുൾ ഫോം എന്താണ്? യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ്. യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ് പഠിച്ചോളൂ. യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ് ആണ് കേട്ടോ. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCL, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച പണമിടപാട് സംവിധാനമാണ് UPI കേട്ടോ. അപ്പൊ ആരാണ് UPI വികസിപ്പിച്ചത്? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCL ആണ്. NPCI നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇതുവഴി വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ തത്സമയ പണമിടപാടുകൾ സാധ്യമാക്കുന്നു. തത്സമയമായിട്ട് പണമിടപാടുകൾ സാധ്യമാക്കും ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വിവിധ ബാങ്ക് അക്കൗണ്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബന്ധിപ്പിക്കാനും അതുവഴി ലളിതവും സുരക്ഷിതവുമായ ഇടപാടുകൾ നടത്താനും കഴിയുന്നു. ഗൂഗിൾ പേ, Paytm, ഫോൺ പേ, ഭീം UPI, ആമസോൺ പേ എന്നിവ ചില UPI ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. അതൊക്കെ നമുക്ക് അറിയാമല്ലോ, നമ്മള് ചെയ്യുന്നവരെ ഗൂഗിൾ പേ ഒക്കെ നമുക്ക് പരിചിതമാണ്. Paytm, ഫോൺ പേ, ഭീം, UPI ഇതൊക്കെ അല്ലേ.
സൈബർ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യക്തിഗത സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും ഏറെ സഹായിക്കുമെങ്കിലും സുരക്ഷയ്ക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അല്ലെ. സുരക്ഷ അത്ര സേഫ്റ്റി ഒന്നല്ല ഈ ഓൺലൈൻ ബാങ്ക് ഇടപാടെന്ന് പറയുന്നത് അല്ലെ. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്കിനി നോക്കാം. ബാങ്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്കിന്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇവ. ബാങ്കുകളെ പോലെ സമ്പാദ്യ നിക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കാവില്ല. ഇവിടെ എന്താണ് സമ്പാദ്യ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല. ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനും കഴിയില്ല. ഇവിടെ എന്താണ് ചെക്ക് ഉപയോഗിച്ചിട്ട് പണം പിൻവലിക്കാനും കഴിയില്ല. അതാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രത്യേകത. എന്താണ് ചെക്ക് ഉപയോഗിച്ചിട്ട് പണം പിൻവലിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സമ്പാദ്യ നിക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ കഴിയില്ല. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. RBI ആണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അത് നമ്മൾ ചോദിച്ചല്ലേ സെബിയുടെ ഫുൾ ഫോം. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി. ഈ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് IRDA പറഞ്ഞതാണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. അപ്പൊ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ സെബി കിട്ടിയില്ലേ. സെബി എന്താണ്? സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്താണ്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ് അല്ലേ. അവിടെ എന്താണ് ചെക്ക് ഉണ്ടാവില്ല അല്ലെ. അതുപോലെ തന്നെ എന്താണ് നിക്ഷേപം സ്വീകരിക്കില്ല അല്ലെ. പിന്നെ IRDA NHB കേട്ടോ. ഇൻഷുറൻസ് കമ്പനികൾ ഉദാഹരണം LIC, GIC, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, UTI, ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, KSFE ഒക്കെ എന്താണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് KSFE എന്നിവയെല്ലാം. KSFEയുടെ ആസ്ഥാനം എവിടെയാണ് അറിയോ? തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരാണ്, മണ്ണൂത്തിയിലാണ് കേട്ടോ. എന്നിവയെല്ലാം ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ KSFE നോക്കാം. KSFE ഒരിക്കൽ വന്നാണ് ക്വസ്റ്റ്യനില്. കേരളത്തിലുള്ള ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് KSFE. കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സേവനം നൽകാനായി 1969 KSFE പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് 69 സ്ഥാപിതമായി. സ്വർണ്ണ പണയം, വ്യക്തിഗത വായ്പ, ബിസിനസ് വായ്പ, വാഹന വായ്പ, ഭവന വായ്പ, മൈക്രോ ഫിനാൻസ്, ചിട്ടികള് തുടങ്ങി വിവിധ സേവനങ്ങൾ KSFE ശാഖകളിലൂടെ നൽകി വരുന്നു. വിവിധ ശാഖകളുടെ ശൃംഖല വഴിയും ഇടപാടുകാരുടെ ശക്തമായ പിന്തുണ കൊണ്ടും കേരളത്തിൽ KSFEയുടെ സാന്നിധ്യം ശക്തമാണ്. KSFEയുടെ ആസ്ഥാനം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ് കേട്ടോ. KSFEയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അവിടെ ഒരു മീറ്റിങ്ങിനൊക്കെ പോവാറുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകൾ നമുക്ക് നോക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്ഥാപനങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിനും സംരംഭകർക്ക് പണം ആവശ്യമാണ്. ഇതിൽ നല്ലൊരു ശതമാനവും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് പണം ലഭ്യമാക്കാനുള്ള പ്രധാന സ്രോതസ്സായി വായ്പയെ കണക്കാക്കാം. ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകളെ ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ, അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്നിങ്ങനെ തരംതിരിക്കാം. സംഘടിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ സംവിധാനമാണ് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ. സംഘടിതമല്ലാത്തതും സ്ഥാപനവൽക്കരിക്കപ്പെടാത്തതുമായ സംവിധാനങ്ങളാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ. അതായത് നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ ബ്ലേഡുകാരില്ലേ, അവരൊക്കെ വരില്ലേ, അതൊക്കെ എന്താണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകളാണ്. അല്ലാതെ ഈ സ്ഥാപനമൊക്കെ നടത്തുന്നതായിരിക്കും ഔപചാരികമാണ് അല്ലേ. ഇവ രണ്ടിൻ്റെയും പരസ്പര സഹവർത്തിത്വവും പ്രവർത്തന വിജയവും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. വായ്പാ സ്രോതസ്സുകൾ നമുക്ക് നോക്കാം. ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ, അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ. ഔപചാരിക വായ്പാ സ്രോതസ്സുകളിൽ വരുന്നത് എന്താണ്? ബാങ്കുകൾ വരൂ അല്ലെ. അതൊക്കെ എന്താണ് സ്ഥാപനമുണ്ട് അല്ലെ. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, അതും എന്താണ് ഒരു ഔപചാരിക വായ്പാ സ്രോതസ്സുകളാണ് അല്ലെ. കെട്ടിടമുള്ളതൊക്കെ ഔപചാരികത്തിൽ വരും കേട്ടോ. പിന്നെ സ്വാശ്രയ സംഘങ്ങൾ, പിന്നെ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ. അടുത്ത അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ, പ്രാദേശിക പണമിടപാടുകാർ. ഇപ്പം എന്താണ് ബ്ലേഡിന് പലിശ, പണമുള്ളവൻ്റെ പോയിട്ട് പൈസ എടുക്കില്ല, അതൊക്കെ എന്താണ് അനൗപചാരികമാണ് അല്ലേ. സുഹൃത്തുക്കള്, ബന്ധുക്കൾ, അതൊക്കെ എന്താണ് അനൗപചാരികം. നമ്മളിപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ പോയിട്ട് ഒരു 50,000 രൂപ താഴ്ന്ന് പറഞ്ഞത് എന്താണ് അനൗപചാരികമാണ്. മറ്റ് മാർഗങ്ങൾ, വേറെ എന്തെങ്കിലും മാർഗങ്ങളൊക്കെ ഉണ്ടാവൂലേ, അതൊക്കെ എന്താണ് അനൗപചാരികമായിട്ടുള്ള വായ്പാ സ്രോതസ്സുകളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
വായ്പാ നിക്ഷേപ അനുപാതമാണ്. ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ. വായ്പാ നിക്ഷേപ അനുപാതം. ക്രെഡിറ്റ് വായ്പ, ഡെപ്പോസിറ്റ് നിക്ഷേപ അനുപാതം കേട്ടാ. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ എത്ര ഭാഗം വായ്പയായി നൽകിയെന്ന് സൂചിപ്പിക്കുന്നതാണ് വായ്പാ നിക്ഷേപ അനുപാതം. ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ, അതായത് ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്നൊക്കെ വിളിക്കൂ കേട്ടാ. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ എത്ര ഭാഗം വായ്പയായി നൽകിയെന്ന് സൂചിപ്പിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വായ്പാ നിക്ഷേപ അനുപാതം. നിക്ഷേപമായി സ്വീകരിച്ചതിൽ എത്ര ഭാഗം വായ്പയെ കൊടുത്തുന്നുണ്ട്, അതാണ് ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ. ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് RBI ആണ്. ഉയർന്ന വായ്പാ നിക്ഷേപ അനുപാതം സൂചിപ്പിക്കുന്നത് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗം വായ്പയായി നൽകി എന്നാണ്. എന്നാൽ കുറഞ്ഞ വായ്പാ നിക്ഷേപ അനുപാതം സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും? അതായത് കുറഞ്ഞതാണെങ്കിൽ, കൂടുതലാണെങ്കിൽ എന്താണ്? ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗം വായ്പയായി നൽകി. അല്ലെങ്കിൽ എന്തായിരിക്കും? കുറവാണ്. വലിയൊരു ഭാഗമല്ല, കുറഞ്ഞ ഭാഗമേ വായ്പയായിട്ട് നൽകിയുള്ളൂ കേട്ടോ. അതാണ് കുറവിൽ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് സാമ്പത്തിക ഉൾച്ചേർക്കലാണ് നോക്കേണ്ടത്. പണത്തിൻ്റെയും സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ പ്രയോജനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് രാജ്യം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നമ്മളെ ശ്രദ്ധിച്ചാണ് അല്ലേ. ബാങ്കിങ് സേവനങ്ങൾ സാധാരണക്കാർ, ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ, അരികുവൽക്കരിക്കപ്പെട്ടവർ അതുപോലെ എന്നിവരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് സാമ്പത്തിക ഉൾച്ചേർക്കൽ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നിവ ത്വരിതപ്പെടുന്നത്. ഇതിനായി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് ദേശസാൽക്കരണം അല്ലെ. ബാങ്കുകളുടെ പ്രവർത്തനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കൂടുതൽ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനായി 1969 14 ബാങ്കുകൾ, ശ്രദ്ധിച്ചോളൂ, ബാങ്ക് ദേശസാൽക്കരണം 2 ഘട്ടങ്ങളിലായി നടന്നു അല്ലെ. 69 80. 69 14 80 എത്രയാണ്? 6 ബാങ്ക് കേട്ടാ. 14 ബാങ്കുകൾ ഏതാണ്? 69 പറയുമ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമാണല്ലോ അല്ലെ. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമാണ് 69. അപ്പോൾ 14. പിന്നെ 80 എന്ന് പറയുമ്പോൾ 6ാം പഞ്ചവത്സര പദ്ധതി അല്ലേ. അപ്പോൾ 1980 6 ബാങ്കുകൾ. അപ്പോൾ 14 ബാങ്കുകൾ, 69. ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ്, അത് നമുക്ക് നോക്കാം. പഞ്ചവത്സര പദ്ധതി എടുക്കുമ്പോൾ ദേശസാൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ ചേർക്കാം. അപ്പോൾ 1969 14 ബാങ്കുകൾ. ആദ്യം 14 ബാങ്ക്, പിന്നെ 80 എത്രയാണ്? 6 ബാങ്ക് കേട്ടാ. 69 14, 80 6 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. നോക്കൂ. ഗ്രാമീണ മേഖലയിലെ ബാങ്കിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക, കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക, വായ്പയുടെ നീതിപൂർവമായ വിതരണം ഉറപ്പുവരുത്തുക, സാമ്പത്തിക ശക്തി ഏതാനും ജനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക. അതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സഹകരണ ബാങ്കിംഗ് സംവിധാനങ്ങളാണ്. ഗ്രാമീണർ, സാധാരണ കർഷകർ എന്നിവർക്ക് ബാങ്കിംഗ് സൗകര്യം ലക്ഷ്യമാക്കി ഗ്രാമീണ സമ്പദ്ഘടനയെ സജീവമാക്കാൻ സഹകരണ ബാങ്കുകൾ നിർണായക പങ്കുവഹിക്കുന്നു. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തുക, സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക, കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ ചെലവിൽ വായ്പകൾ നൽകുക എന്നിവയെല്ലാം സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങളാണ്. സഹകരിക്കാനല്ലേ പരസ്പരം. അതായത് സഹകരണ ബാങ്കുകളുടെ പ്രത്യേകത ലാഭമല്ല, സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് അല്ലേ പരമാവധി. കേരള ബാങ്ക് ഒരു സഹകരണ ബാങ്കാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ കേരള ബാങ്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. കേരള ബാങ്കിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ 1914 തിരുവിതാംകൂർ സഹകരണ സംഘം നിയന്ത്രണങ്ങൾ നിയമത്തിലൂടെ 1915 തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്കായി രജിസ്റ്റർ ചെയ്തത് മുതലാണ്. 1916 ജനുവരി 18 ബാങ്കായി പ്രവർത്തിച്ചു തുടങ്ങി. 1966 ജൂലൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1934 ആക്ട് പ്രകാരം 2ാം പട്ടികയിൽ ഉൾപ്പെട്ടു. 66ലാണ് രണ്ടാം പട്ടികയിൽ ഉൾപ്പെട്ടത്. 2019 കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കായി മാറുകയും കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. 2019 കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ കൂടി ചേർന്നിട്ട് എന്തായി? കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെട്ടു കേട്ടാ. കേരള ബാങ്ക് 823 ശാഖകളുമായി കേരളത്തിലെ 14 ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്നു. എത്ര ശാഖയാണ് കേരളത്തിലെ? 823 ആണ് കേട്ടാ. മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ, സാമ്പത്തിക ഉൾച്ചേർക്കൽ ഉറപ്പുവരുത്തൽ,
സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തൽ എന്നിവയാണ് കേരള ബാങ്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സാമൂഹ്യ പ്രതിബദ്ധത, ഗ്രാമീണ വികസനം, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് പിന്തുണ നൽകൽ എന്നിവയാണ് ബാങ്കിന്റെ ലക്ഷ്യങ്ങൾ. അല്ലെ? ബാങ്കിന്റെ ഓഹരിയിൽ 40% കേരള ഗവൺമെന്റിനും 30% ജില്ലാ സഹകരണ ബാങ്കിലും 30% മറ്റുള്ളവർക്കും. അപ്പൊ 40% കേരള ഗവൺമെന്റിന്, 30% ജില്ലാ സഹകരണ ബാങ്കിന്, 30% മറ്റുള്ളവർക്ക്. നിരവധി ബാങ്കിംഗ് സേവനങ്ങളാണ് കേരള ബാങ്ക് അതിന്റെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കല്, വായ്പ നൽകല്, മറ്റ് പണമിടപാടുകൾ നടത്തല് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. കേരളത്തിലുടനീളമുള്ള ATM സർവീസുകള്, ആധുനിക ബാങ്കിംഗ് സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നിവയിലൂടെ തങ്ങളുടെ ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട അനുഭവം, മികച്ച കാര്യക്ഷമതയും ബാങ്ക് നൽകുന്നു. ഇനി മൈക്രോ ഫിനാൻസ് നമുക്ക് നോക്കാം. പരമ്പരാഗത ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികൾ, കുടുംബങ്ങൾ, ബിസിനസ്സുകാർ എന്നിവർക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാരിദ്ര്യം കുറയ്ക്കുക, സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശാക്തീകരിക്കുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സൃഷ്ടി ഉറപ്പുവരുത്തുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയെല്ലാം മൈക്രോ ഫിനാൻസ് മുമ്പോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളാണ്. 1983 ബംഗ്ലാദേശിൽ പ്രൊഫസർ മുഹമ്മദ് യൂനസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക്, കണ്ടാ, ഗ്രാമീൺ ബാങ്ക് ആരാണ്? മുഹമ്മദ് യൂനുസ് ആണ് കേട്ടാ. ബംഗ്ലാദേശിലാണ് മുഹമ്മദ്. 1983 കേട്ടില്ലേ? അപ്പൊ എന്താണ്? മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ് ഗ്രാമീൺ ബാങ്ക് കേട്ടാ. മൈക്രോ ഫിനാൻസ് ഗ്രാമീൺ ബാങ്ക് ഉദാഹരണം എവിടെയാണ്? ബംഗ്ലാദേശില് മുഹമ്മദ് യൂനുസ് 1983 മുഹമ്മദ് യൂനുസ് പറയുമ്പോൾ അതിൽ എം പറയുമ്പോൾ 3 പോലെ ഇരിക്കുന്നത്. അപ്പൊ 83 കേട്ടാ. ബംഗ്ലാദേശിലാണ് ഗ്രാമീൺ ബാങ്ക് ആയുള്ള മൈക്രോ ഫിനാൻസ്. അതിന് മികച്ച ഉദാഹരണമാണ്. കേരളത്തിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് മൈക്രോ ഫിനാൻസ് എന്ന ആശയത്തിലാണ് കേട്ടാ. അപ്പൊ കുടുംബശ്രീ എന്താണ്? കേരളത്തിൽ ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനം കേട്ടാ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി കേരളത്തിൽ കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങൾ ലോക ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട്. അയൽക്കൂട്ടം, കുടുംബശ്രീയുടെ അടിസ്ഥാന യൂണിറ്റ് അയൽക്കൂട്ടമാണ്. ചോദിച്ചതാണ് എക്സാമിന്. സ്വയം സഹായ സംഘങ്ങൾ, അതാണ് NHGS, SHGS ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ അയൽക്കൂട്ടം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, NHGS എന്നാണ് കേട്ടാ. NHGS ആണ് നമ്മുടെ കുടുംബശ്രീയുടെ അടിസ്ഥാന യൂണിറ്റ്. NHGS ആണ് കേട്ടാ. നാഷണൽ ആണ്. NHGS, SHGS എന്നിവർ വഴി ലഘു നിക്ഷേപം സ്വീകരിച്ചും ആവശ്യാനുസരണം വായ്പകൾ നൽകിയും ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. ഇനി അടുത്തത് ജൻധൻ അക്കൗണ്ട്. രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള പദ്ധതിയാണ് ഏത്? പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് കേട്ടാ. എല്ലാവർക്കും അക്കൗണ്ട്. രാജ്യത്തെ എല്ലാവരെയും ബാങ്കിംഗ് സേവനങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 0 മിനിമം ബാലൻസ് അക്കൗണ്ട് ഇതിന്റെ സവിശേഷതയാണ്. ഇവിടെ എന്താണ് 0 മിനിമം? ഇവിടെ ബാലൻസ് 0 ആയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അക്കൗണ്ട് വേണം, അത്രയേ ഉള്ളൂ. താഴ്ന്ന വരുമാനക്കാർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക, സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക, ബാങ്കിംഗ് ശീലം വളർത്തുക എന്നിവയും ഇത് ലക്ഷ്യം വഹിക്കുന്നു. അടുത്ത കാലത്തായി സാമ്പത്തിക ഇടപാടുകൾക്കായി ഡിജിറ്റൽ കറൻസി കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. അതായത് നമ്മളിപ്പോൾ ഗൂഗിൾ പേ ചെയ്യണതൊക്കെ ഇല്ല, അതൊക്കെ ഡിജിറ്റൽ കറൻസിയാണ്. ഭൗതിക കറൻസികൾ കുറച്ചുകൊണ്ട് ഡിജിറ്റൽ കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച് പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നതിനായി ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനം, വാലറ്റ്, നാഷണൽ ഫിനാൻസ് സ്വിച്ച് എന്നിവയും ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ കട വാലറ്റ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ജൻധൻ യോജന, പിന്നെ NFS നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്, അതൊക്കെ നമ്മുടെ പേയ്മെന്റിന്റെ എക്സാമ്പിൾ ആണ് കേട്ടാ. ഉൽപാദനം, ഉപഭോഗം, വിതരണം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സക്രിയമാക്കുന്നതിൽ പണം പ്രധാന പങ്ക് വഹിക്കുന്നു. പണം ഡിജിറ്റൽ രൂപത്തിൽ എത്തിയതോടുകൂടി ക്രയവിക്രയങ്ങളുടെ എണ്ണവും വ്യാപ്തിയും വർദ്ധിച്ചു. മാറുന്ന ലോകക്രമത്തിനനുസരിച്ചുള്ള കറൻസികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉപഭോഗത്തിനായി വിപണിയിൽ ചെലവഴിക്കപ്പെടുന്ന പണം നേരിട്ട് ഉൽപാദകരിലും വിതരണക്കാരിലും എത്തുമ്പോൾ സമ്പാദ്യത്തിനായി മാറ്റിവെക്കപ്പെട്ട പണം വായ്പകളായി സംരംഭകരിലേക്ക് എത്തിക്കുന്നത് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ്. പണത്തിന്റെ കൈമാറ്റം പ്രോത്സാഹിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിൽ ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും ഗണ്യമായ പങ്കുവഹിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വ്യാപനവും ഉപയോഗവും പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ബാങ്കിംഗ് സൗകര്യം നിലവിലില്ലാത്ത ഉൾനാടൻ പ്രദേശങ്ങളിൽ ഉള്ളവരെയും ബാങ്കിംഗ് ശൃംഖലയുടെ ഭാഗമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇതിലുള്ളത് തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കുക. അപ്പോൾ എല്ലാവരും പഠിക്കുക, അതുപോലെ തന്നെ എല്ലാവർക്കും റാങ്ക് കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്.